സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരാൾ മാത്രമല്ല, ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയുടെ ഒരു അധ്യായം തന്നെയാണ് നമ്മളോടൊപ്പം ഇന്ന് ഇരിക്കുന്നത്. ഇന്ത്യയുടെ സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകളുടെ വളർച്ചയ്ക്കും വിക്ഷേപണ സംവിധാനങ്ങളുടെ രൂപകൽപ്പനയ്ക്കും VSLC, SAR തുടങ്ങിയ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിനും നിർണായക സംഭാവന നൽകിയ ശാസ്ത്രജ്ഞൻ പത്മശ്രീ ശ്രീ M. ചന്ദ്രരത്തൻ സാർ. പലർക്കും ദത്ത സാറിനെ ഒരു റോക്കറ്റ് ശാസ്ത്രജ്ഞനായി അറിയാം. എന്നാൽ ഇന്ന് നമുക്കറിയേണ്ടത് അതിനപ്പുറമുള്ള മനുഷ്യനെയാണ്. വർക്കലയിലെ ബാല്യത്തിൽ നിന്നും ISROയിലേക്കുള്ള യാത്ര, ശാസ്ത്രത്തിനൊപ്പം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പങ്ക്, റോക്കറ്റ് പൂജ പോലെയുള്ള വിശ്വാസ അനുഭവങ്ങൾ, പരാജയങ്ങളെ കൈകാര്യം ചെയ്ത രീതി, ഒരു ടീമിനെ മുന്നോട്ട് നയിച്ച നേതൃത്വ ശൈലി എന്നിവയെക്കുറിച്ച് ഒരു തുറന്ന സംഭാഷണമാണ് ഇന്നത്തെ എപ്പിസോഡ്. സാർ, ദ ഫ്ലെയിമിംഗ് മൈക്രോഫോണിലേക്ക് സ്വാഗതം. അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ബാല്യകാല ദിനങ്ങൾ വർക്കലയിൽ നിന്നായിരുന്നു. വർക്കലയിൽ നിന്നുള്ള താങ്കളുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെയുള്ള യാത്രകളിൽ താങ്കളുടെ ബാല്യകാല അനുഭവങ്ങളും കോളേജ് അനുഭവങ്ങളും ഞങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കൂ. Thank you, Venu, for giving me a chance to this channel. വേണു പറഞ്ഞതുപോലെ വർക്കലയിൽ നിന്നാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ അമ്മ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. അച്ഛനൊരു ആയുർവേദ വൈദ്യനും. ഒരു സാധാരണ കുടുംബം. അത്യാവശ്യം ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും ദാരിദ്ര്യമില്ലാണ്ട് വളർന്നു വന്ന ഒരു കുടുംബം. ഞാനും എൻ്റെ ചേച്ചി, മൂത്ത സിസ്റ്ററും 2 പേരാണ്. വർക്കല ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം, ഹൈസ്കൂൾ ലെവലിൽ. അമ്മയും അവിടുത്തെ ടീച്ചറായിരുന്നു. അത് ആ വർക്കല ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനല്ല ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നെക്കാളും മിടുക്കരായിട്ടുള്ള പല കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് 1964 10ാം ക്ലാസ് മാർക്ക് വന്നു കഴിഞ്ഞപ്പം ആ ചിറയൻകീഴ് എഡ്യൂക്കേഷണൽ താലൂക്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എനിക്കായിരുന്നു. അതൊരു മൈൽ സ്റ്റോണാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ടോപ്പറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭവമാണ്, ഒരു ഇൻസ്പിറേഷനാണ്. ആ ഇൻസ്പിറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിലനിർത്താനായിട്ടുള്ള ഒരു വെപ്രാളമായിരിക്കും. താന്നു പോകാൻ പാടില്ലല്ലോ. അതാണ് ഫസ്റ്റ് ഇൻഡിക്കേഷൻ. രണ്ടാമത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് പാസ്സായി ഇറങ്ങിയ സമയത്ത് ഭാഗ്യത്തിന് ശ്രീനാരായണ കോളേജിൻ്റെ ഒരു ജൂനിയർ കോളേജ് വർക്കല ശിവഗിരിയിൽ കുന്നിൽ തുടങ്ങി. 64 പാസ്സായ ആ വർഷം തന്നെ SLC പാസ്സായപ്പോൾ ഒരു കോളേജ്, കുറേ ജൂനിയർ കോളേജസ്, ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തുടങ്ങി കുറേ കോളേജുകളിൽ, ചെമ്പഴന്തി, നാട്ടിക, GKM കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കോളേജുകളുടെ കൂട്ടത്തിൽ വർക്കല ശിവഗിരിയിലും ഒരു കോളേജ് വന്നു. അപ്പം നാട്ടിൽ നിന്ന് തന്നെ വേറെങ്ങും പോകാണ്ട് നടന്നു പോയി കോളേജിലേക്ക് ഒരു 3 കിലോമീറ്റർ. 3 കിലോമീറ്ററൊന്നും അന്നൊരു ദൂരമല്ല. ഇപ്പോഴാണ് ഈ 5-10 കിലോമീറ്ററൊക്കെ അന്ന് സുഖമായിട്ട് നടന്നു പോവും വരെയും ചെയ്യും. അപ്പോൾ അങ്ങനെ കോളേജിൽ നടന്നു പോയി വരാൻ പറ്റിയ ഒരു സാഹചര്യം കൂടെ ഒത്തുകിട്ടും. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും നമ്മൾ കോളേജിലേക്ക് പ്രവേശിക്കുമ്പം ശരിക്ക് ഈ +1 +2 വന്നത് കുട്ടികളെ ദ്രോഹിക്കുകയാണ്. കാരണം അവർ ആ സ്കൂൾ തന്നെയാണ് വീണ്ടും 11-12 പഠിക്കുന്ന സമയത്ത് അവരുടെ ടീനേജിൻ്റെ ക്ലൈമാക്സ് സമയമാണ്. അപ്പോൾ അവരൊരു കോളേജിൻ്റെ അന്തരീക്ഷത്തിൽ വരുന്നതും +1 +2 സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ വളരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മളുടെ എൻ്റെയും എൻ്റെ കൂടെ പഠിച്ചവരുടെയും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആ ജൂനിയർ കോളേജിൽ നമ്മൾ തന്നെ എല്ലാം സീനിയേഴ്സില്ലല്ലോ. അപ്പോൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂണിയൻ, സയൻസ് ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, മലയാളം ക്ലബ്ബ്, ഇങ്ങനെ കുറേ എല്ലാം ഓൾ ഇൻ ആൾ നമ്മൾ തന്നെ ആയിരിക്കും.
ആ ലീഡർഷിപ്പ് സ്റ്റൈല് അവിടെ നിന്ന് കിട്ടിയതാണ്. ഓക്കെ. അതേ സമയത്ത് തന്നെയാണ് മുൻമന്ത്രിയായിരുന്ന കാർത്തികേയനും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതാവ് ഹസൻ അന്ന് നമ്മുടെ ബാച്ചായിട്ട് ചെമ്പഴന്തിയിലാണ്. അതേ സമയത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്, നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോഴും. അപ്പോൾ ആ വർക്കല കോളേജിലുള്ള ആ ജീവിതവും അവിടെ കിട്ടിയ ലീഡർഷിപ്പ് സ്റ്റൈലും നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവവും ആ വിദ്യാഭ്യാസവും ഒരു രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തത്, അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അമ്മയുടെ മാത്രം, അച്ഛന് പ്രത്യേകിച്ച് സ്ഥിരമായിട്ടൊരു വരുമാനമില്ലായിരുന്നു. അച്ഛനിങ്ങനെ ട്രീറ്റ് ചെയ്യും, ആൾക്കാരുടെ അടുത്ത് പോകും, ഒരു പോപ്പുലർ വൈദ്യനായിട്ട് അങ്ങനെ ഇരുന്നു. ഇൻകം ഈസ് റാൻഡം. അതൊക്കെ ഒരു ഫ്രീ ആയിട്ട് അങ്ങനെയാണ് ഒരു സർവീസായിരുന്നു അന്ന്, ഇപ്പോഴത്തെ പോലെയല്ല. അപ്പോൾ അമ്മയുടെ ശമ്പളം കൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസ് കൊടുത്ത് പോകുക എന്നുള്ളത് അന്ന് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് നാഷണൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് വെച്ചിട്ട് നാഷണൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് എഞ്ചിനീയറിംഗിന് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ എഞ്ചിനീയറിങ്ങിന് അന്ന് എൻട്രൻസ് ഒന്നുമില്ലല്ലോ. അന്ന് നമ്മുടെ ഈ പ്രീ ഡിഗ്രിയുടെ മാർക്ക് വെച്ചിട്ടുള്ള ഇതിൽ വന്നു കഴിഞ്ഞപ്പം നല്ല മാർക്ക്, അന്ന് ഏറ്റവും ടോപ്പറായിട്ട്, പിന്നെ ഈ സ്കൂളിലെ ടോപ്പറായി കഴിഞ്ഞിട്ട് പിന്നെ ടോപ്പർ എന്നുള്ള ലെവലിൽ നിന്ന് താഴെ പോകാൻ പാടില്ല, അങ്ങനെ ഒരു ചിന്ത മനസ്സിലിങ്ങനെ തികട്ടി വരും. അപ്പോൾ ആ ടോപ്പറായിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും നല്ല അഡ്മിഷൻ കിട്ടി. അന്ന് ഏറ്റവും ഡിമാൻഡുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഓക്കെ. അത് ശരിക്ക് സ്പെഷ്യലായിട്ട് അന്ന് ആകെ 5 എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ. ആ 5 എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാൻഡേർഡായിട്ടുള്ള ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ 3 ഇലക്ട്രോണിക്സ് ഇല്ല അന്ന്. അതിന് ശേഷമാണ് പിന്നെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ടെലികമ്മ്യൂണിക്കേഷനും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് 2 സ്പെഷ്യൽ കോഴ്സുകളും കൂടെ വന്നത് ഒരു 5-6 വർഷം മുമ്പാണ്. അതെ. അതിൽ അന്ന് ഇലക്ട്രോണിക്സ് എന്നൊരു വാക്കില്ല വേണു. അതായത് നമ്മൾ ഈവൻ ITIയിൽ പോലും ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നൊരു ട്രേഡില്ല. അതിൻ്റെ പേര് റേഡിയോ മെക്കാനിക് എന്നാണ്. ഓക്കെ. റേഡിയോ മെക്കാനിക്. ആളുകളെ സംബന്ധിച്ച് റേഡിയോ റിപ്പയർ ചെയ്യുക. റേഡിയോ റിപ്പയർ. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് റേഡിയോ ആണ്. അതിനപ്പുറം ചിന്തിക്കാൻ പറ്റില്ല. റേഡിയോ ഉള്ള വീടെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ലക്ഷറിയാണത്. അപ്പോൾ ആ സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് ട്രിവാൻഡ്രത്തും കെമിക്കൽ എഞ്ചിനീയറിംഗ് തൃശ്ശൂരായ സമയത്ത് അന്ന് ആ വർഷം ഡിമാൻഡ് കൂടുതൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിനായിരുന്നു. സോ ഐ ഓപ്റ്റഡ് ഫോർ ഇറ്റ്. അല്ലാണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്തതിന് പ്രത്യേകിച്ച് ഒരു റീസണൊന്നുമില്ല. അങ്ങനെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകേണ്ടി വന്നു. ആ 4 വർഷമാണ് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഹോസ്റ്റലിലെ ലൈഫും അവിടുത്തെ രീതികളും ആ ഒരു മിങ്കിളിങ്ങും പലതരത്തിൽ പല ജില്ലകളിൽ നിന്ന് വന്ന പല ജാതി മതസ്ഥരായിട്ടുള്ള മിടുക്കന്മാരും ആവറേജ് ആയിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള പല സുഹൃത്തുക്കളുമായിട്ട് ഇടപെടാനും ചെയ്യാൻ പറ്റിയ ഒരു പരിണാമ കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ 5 ഇയർ കോഴ്സായിരുന്നു. അന്ന് 4 ഇയർ കോഴ്സ്. 5 ഇയർ കോഴ്സ് മാറ്റി ഈ ജസ്റ്റ് 4 ഇയർ കോഴ്സ് ആക്കിയ സമയമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആരായിരുന്നു അന്നത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്? കുര്യാക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ നല്ല പ്രിൻസിപ്പാൾ. ഈ വാസ് പ്രിൻസിപ്പൾ ഓഫ് ദി കോളേജ്. ഹെഡ് ഓഫ് നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അന്നത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് രാഘവാചാര്യ എന്ന് പറഞ്ഞ ഒരു ആന്ധ്രാപ്രദേശത്തെ പാർട്ടിയാണ്. അന്ന് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രൊഫസറോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആകാനായിട്ട് കേരളത്തിൽ അന്ന് ആരും ആയിട്ടില്ല. അതിന് ശേഷമാണ് പിന്നെ ശിവശങ്കരപ്പിള്ള സാറൊക്കെ പ്രൊഫസറായിട്ടൊക്കെ വന്നതൊക്കെ അതിന് ശേഷമാണ്. അന്ന് രാഘവാചാര്യ സാറായിരുന്നു ഒരു നല്ല മനുഷ്യൻ, ടു ഗുഡ് മാൻ, വെരി സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളായിരുന്നു രാഘവാചാര്യ സാറ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആദ്യത്തെ ജോലി എന്തായിരുന്നു സാർ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ റിസൾട്ട് അറിഞ്ഞ് ജൂണിൽ ഫസ്റ്റ് വീക്കിൽ റിസൾട്ട് വന്നു. വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹിന്ദു പേപ്പർ അന്ന് വീട്ടിൽ വരുത്താറില്ല, അതിനൊക്കെ ഉള്ള പൈസയൊന്നുമില്ല. അപ്പോൾ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി കഴിഞ്ഞതിന് ശേഷം വായിക്കും. അവിടുത്തെ ലൈബ്രറിയിൽ റീഡിംഗ് റൂമിൽ പോയി എല്ലാ ദിവസവും തൊട്ടടുത്താണ്, അവിടെ പോയി ഹിന്ദു വായിക്കും. അപ്പോൾ ഹിന്ദുവിൻ്റെ അകത്ത് ഇന്നർ പേജിലൊരു കുഞ്ഞ് ബോക്സായിട്ട് ലെക്ചറേഴ്സ് നീഡഡ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു കുഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട്. മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉടുപ്പി, മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജ് മണിപ്പാൽ ഉടുപ്പി, ഇത്രയേ ഉള്ളൂ. MIT ഒക്കെ പിന്നെ ആയതാണ്. അന്ന് MEC എന്നായിരുന്നു മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നെ അത് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയി. അപ്പോൾ ഞാൻ ഒരു ഇൻലാൻഡിൽ എഴുതി വിട്ടു, അപ്ലൈ ചെയ്തൊരു ചെറിയ ബയോഡേറ്റ കയ്യാണ്ട് എഴുതി അങ്ങനെ വിട്ടു. ഒരു 10 ദിവസത്തിനകം എനിക്ക് ഇൻ്റർവ്യൂ കാൾ വന്നു. ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാൾ വന്നു. അപ്പോൾ അത്
വീട്ടിൽ ഞാൻ അച്ഛൻ പറഞ്ഞു പോകണ്ട, ഇത്രയും ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്കിവിടെ നാട്ടിൽ എവിടെയെങ്കിലും കിട്ടാവുന്നൊരു ജോലിയിൽ നോക്കിയാൽ മതി, ടു ഫാർ പ്ലേസാണ്. അമ്മയും പറഞ്ഞു അങ്ങനെ പോകണമെന്നല്ലേ. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ ഒരു ജോബ് ഓഫറാണ്, എന്നെ ഇൻ്റർവ്യൂവിനെങ്കിലും അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കണം, അത് അങ്ങനെ നമുക്ക് കളയാൻ പാടില്ല പറഞ്ഞു. സമ്മതിച്ചു. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഡയറക്റ്റായിട്ട് ഇല്ല. ഇല്ല, മംഗലാപുരം പോകാം, നമുക്ക് എറണാകുളത്ത് നിന്ന് മാറി കയറണം. തൃശ്ശൂർ പഠിച്ചിട്ടിരുന്ന സമയത്തും തൃശ്ശൂർ വരെ എറണാകുളം വരെ മീറ്റർ ഗേജും അങ്ങോട്ടാണ് ബ്രോഡ് ഗേജ്. ചേഞ്ച് ഓവറാണ് അന്ന് കംപ്ലീറ്റ് ട്രിവാൻഡ്രം വരെ ബ്രോഡ് ഗേജ് ആയിട്ടില്ല. ട്രെയിനിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാനും വേറെ 2-3 കാൻഡിഡേറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് കാത്തിരുന്ന് കഴിഞ്ഞ് ഉച്ചയായി കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ല. നോക്കി കഴിഞ്ഞപ്പം അവർ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇൻ്റർവ്യൂ ഒരു പ്രത്യേക രീതിയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു ക്ലാസ് എടുത്ത് കാണിക്കണം. ഓക്കെ. പ്രീ ഫൈനൽ ഇയറിലുള്ള കുട്ടികളെ 40 കുട്ടികൾ 50 കുട്ടികളുണ്ടാകും, ആ കുട്ടികൾക്ക് നിങ്ങളൊരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. സന്തോഷമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഏത് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിക്കോന്നു. ദാറ്റ് വാസ് ദി ബിഗിനിങ്. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതും ടോക്കിങ്ങും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പ്രസംഗ മത്സരത്തിനും എലക്യൂഷനും ഡിബേറ്റിനും ഒക്കെ ഇഷ്ടംപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് അമ്മയുടെ ഇൻസ്പിറേഷനാണ്. അമ്മ ഒരിക്കലും ഗെയിംസിനും സ്പോർട്സിനും വിടില്ല, കാരണം പോയി കയ്യും കാലും മുറിഞ്ഞാലോ എന്ന് പേടിക്കും. അതേസമയം ഈ ലിറ്റററി ആക്ടിവിറ്റീസ് ഇതിനെല്ലാം മാക്സിമം എൻകറേജ്മെൻ്റ് ആയിരുന്നു. അപ്പം ഐ വാസ് വെരി ഹാപ്പി. ഞാനെന്ത് ചെയ്തു, എൻ്റെ പ്രോജക്റ്റ് വർക്ക് അന്ന് ടൈറ്റാനിയം ഡയോക്സൈഡ് പ്രൊഡക്ഷൻ്റെതായിരുന്നു. ഇവിടെ അന്ന് ട്രിവാൻഡ്രത്തെ TTP അവിടെയായിരുന്നു എൻ്റെ പ്രോജക്റ്റ് വർക്കും അതേ സമയത്ത് വെക്കേഷൻ ട്രെയിനിങ്ങും എല്ലാം അവിടെയായിരുന്നു. അപ്പോൾ അതിനൊരു നന്നായിട്ട് പഠിച്ചെഴുതി. അത് മാത്രമല്ല, അത് നമുക്ക് വൈവോയ്ക്ക് സഹായം ചെയ്തൊക്കെ തരവാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് ഞാൻ 1 hour ക്ലാസ് അതെടുത്തു കഴിഞ്ഞു ഇറങ്ങി വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് രാത്രിത്തെ ട്രെയിനിൽ തിരിച്ചു പോകാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ റിസൾട്ടൊന്നും പറയാണ്ട് ഇങ്ങനെ കാത്തിരുന്നപ്പം അവർ ഒരു 5 മണിയായപ്പം പെട്ടെന്ന് അവർ വന്നിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ തന്നു. ശരി. ഉടനെ ജോയിൻ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിലൊന്നും ചോദിക്കാണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ഐ ആം ഓൺലി 20 years old. 20 വയസ്സും 5 മാസവും എത്രയൊക്കെ ആയിട്ടുള്ളന്ന്. 20 years കഴിഞ്ഞതേ ഉള്ളൂ. 20 years. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ബട്ട് യു ഷുഡ് ജോയിൻ ഫാസ്റ്റ് എന്ന് പറഞ്ഞു, പെട്ടെന്ന് ജോയിൻ ചെയ്യണം അതൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 350 rupees ഇവിടുത്തെ മാസ ശമ്പളം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് 2 ഇൻക്രിമെൻ്റ് ഇവിടെ തരും. സോ 400 rupees നിങ്ങൾക്ക് തരും. പിന്നെ ഹോസ്റ്റൽ വാർഡൻ്റെ ഡ്യൂട്ടി അഡീഷണലിലൂടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 25 rupees എക്സ്ട്രാ തരും. അപ്പോൾ എനിക്ക് 425 വരെ മന്ത്ലി കിട്ടുമെന്നൊരു ഓഫറും വെച്ചു. ഞാൻ പൊക്കാണ്ടിരിക്കാൻ വേണ്ടി. ഞാൻ പോയിട്ട് അറിയിക്കാം, അപ്പോയിൻമെൻറ്റ് ഓഫർ അയച്ചാൽ മതി എന്നും പറഞ്ഞ് ഞാൻ പോയി. അവിടെ നിന്ന് വിട്ടു പറഞ്ഞ് അവസാനം അപ്പോയിൻമെൻറ്റ് ഓഫർ വന്നു. അച്ഛനെയൊക്കെ വളരെ കൺവിൻസ് ചെയ്ത് പോയി അവിടെ ജോയിൻ ചെയ്ത് 6 മാസം അവിടെ വർക്ക് ചെയ്തു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ദേ പ്രൊവൈഡഡ് മീ പിന്നെ ക്വാർട്ടേഴ്സ്, കസ്തൂർബ മെഡിക്കൽ കോളേജ് അഡ്ജസൻ്റായിട്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളുണ്ട്. സിൻഡിക്കേറ്റ് ബാങ്ക്, TMA പൈയുടെ മെഡിക്കൽ ലോ കോളേജ്, കസ്തൂർബ മെഡിക്കൽ കോളേജ് തൊട്ടടുത്താണ്. കസ്തൂർബ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിലുള്ള ക്വാർട്ടേഴ്സിലായിരുന്നു ഞാനും ഒരു തമിഴ് എഞ്ചിനീയറിനും ഉണ്ടായിരുന്നു. അവനെ ഞങ്ങൾ 2 കൂടെ അവിടെയാണ് ക്വാർട്ടേഴ്സിലൊക്കെ താമസിച്ചത്. അതേ MEC മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏകദേശം 45 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വിസിറ്റ് ചെയ്തു. MIT എന്നുള്ള ക്യാമ്പസിൽ അവരുടെ ഒരു കോൺവൊക്കേഷൻ അഡ്രസ്സിന് BSSC ഡയറക്ടറായിട്ടിരിക്കുമ്പം അവർ ഇൻവൈറ്റ് ചെയ്ത് അവിടെ പോയി വിസിറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് അനുഭവം. അത്ര ഡെവലപ്പ് ചെയ്തു പോയി ആ ക്യാമ്പസ്, എന്തുമാത്രം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അവസാനമാണ് ഞാനിതെല്ലാം കഴിഞ്ഞ് എൻ്റെ സ്പീച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, it's a very happy moment for me. I want to just to tell you I am an old faculty of this college. It was very surprising. അതിൽ ഈ 6 മാസത്തെ കാര്യം ഞാൻ പറയാനായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായ ഒരു സംഭവം അവിടെ വെച്ചുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ സംസാരിക്കുമ്പം
കോണ്ടെക്സ്റ്റിൽ ഈ മൈൻഡ് ബോഡി ആയിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആ ഫീൽഡിലേക്ക് ഇൻസ്പിറേഷൻ വന്നു എന്നുള്ളതിന് ഒരു സംഭവമുണ്ട്, അനുഭവ കഥയുണ്ട് അവിടെ. അത് പറയാം. സർ, 1972 ISROയിൽ ചേർന്നു. ഇന്ത്യൻ റോക്കറ്റ് ശാസ്ത്രം ഇപ്പോഴും അന്ന് അപ്പോൾ വളരെ ശൈശവഘട്ടത്തിലായിരുന്നു. വെൻ ഇന്ത്യൻ റോക്കറ്ററി വാസ് സ്റ്റിൽ ഇൻ ചൈൽഡ്ഹുഡ്. ഇന്ന് GSLV Mark 3യും ചന്ദ്രയാൻ ദൗത്യങ്ങളും ഒക്കെ കാണുമ്പോൾ സാറിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ്? വളർന്ന് വലിയവനായ മകനെ നോക്കുന്ന ഒരു അച്ഛൻ്റെ അനുഭൂതി ചിലപ്പോൾ ഉണ്ടാകാറുണ്ടോ? ഡു യു ഫീൽ ലൈക്ക് എ പേരൻറ്റ് വാച്ചിങ് എ ഗ്രോയിങ് ചൈൽഡ്? വേണു പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു വല്ലാത്ത അനുഭവമാണ് നമുക്കിത്. സോളിഡ് പ്രൊപ്പലൻ്റ് ഫീൽഡിലേക്കാണ് ആദ്യമായിട്ട് വർക്ക് അലോട്ട്. കെമിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള ഒരു നല്ല ഫീൽഡാണ് സോളിഡ് പ്രൊപ്പലൻ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോസസ്സിങ്, ഫോർമുലേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് നമ്മൾ സീറോ ആണ്, ബിഗ് സീറോ ആണ് ടെക്നോളജിയിൽ. ആരും ഒന്നും ഷെയർ ചെയ്യില്ല. ഇപ്പോഴ് അത് വളരെ മാറി. ഇപ്പം റോക്കറ്റ് ടെക്നോളജിയും ബഹിരാകാശ ഗവേഷണ പ്രബന്ധങ്ങളും എല്ലാം മിക്കവാറും പേറ്റൻറ്റുകളും എല്ലാം ഓപ്പണായിട്ട് കിട്ടും. അന്ന് ഇതെല്ലാം ക്ലാസിഫൈഡാണ്. അതിനൊരു കാര്യമുണ്ട്. അപ്പോൾ ഏത് റിപ്പോർട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, അബ്സ്ട്രാക്റ്റിലൊക്കെ പോയി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറിജിനൽ ഫോർമുലേഷൻ ഐറ്റത്തിനൊരു കോഡ് കൊടുക്കും. ഒരു ഫോർമുലേഷൻ്റെ ഇൻഗ്രീഡിയൻറ്റ്, ഇന്ന ഇൻഗ്രീഡിയൻറ്റ് ഇത്ര എന്ന് പറയുന്നത് ചിലപ്പം 10 to 15, 15 to 20 ഇങ്ങനെ കാണിക്കും. നമുക്കത് ഒരിക്കലും അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്. അതിനൊരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് ആ ടെക്നോളജി ക്ലാസിഫൈഡ് ആയതെന്ന്. ഈ റോക്കറ്റ് ടെക്നോളജി ഡിറൈവ് ചെയ്തത് ഡിഫൻസ് ടെക്നോളജിയിൽ നിന്നാണ്. ഒറിജിനലി റോക്കറ്റ് വന്നതും ഇപ്പോൾ ചൈനീസ് ആരോ എന്നൊക്കെ പറയുന്നതും ടിപ്പു സുൽത്താൻ്റെ ഫ്ലൈയിങ് ആരോസ് എന്നൊക്കെ പറയും, അതിലെല്ലാം ഈ റോക്കറ്റ് പ്രിമിറ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നത് ഫൈറ്റിങ്ങിനാണ്. വാറിലെ ഒരു വെപ്പൺ, അതായത് ശത്രുവിൻ്റെ ക്യാമ്പിൽ സന്നാഹത്തിൽ നമ്മൾ ഒരു വെപ്പൺ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാരിയറായിട്ടാണ് റോക്കറ്റിനെ ഉപയോഗിച്ചിരുന്നത്. എല്ലാ രാജ്യത്തും റോക്കറ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് പിന്നെ വന്നത് മുഴുക്ക ഡിഫൻസിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടാണ്, എക്സെപ്റ്റ് ഇന്ത്യ. ഇന്ത്യയിൽ മാത്രം തുടക്കം തൊട്ടേ റോക്കറ്റ് സ്പേസ് റിസർച്ചും ആ ഡിപ്പാർട്ട്മെൻറ്റും ടോട്ടലി ഡിസ്കണക്റ്റഡ് ഫ്രം ദ ഡിഫൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അന്യരാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുമ്പം വി ഗീവ് എ ഡിക്ലറേഷൻ, യാതൊരു കാരണവശാലും ഇത് സമാധാനപരമായ, സാമൂഹ്യപരമായ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പർപ്പസിനല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഇത് ഒരു ഡിഫൻസ് പർപ്പസിന് ഉപയോഗിക്കില്ല എന്നാണ് അന്നത്തെ കാലം. ഇപ്പോൾ അത് മാറി, കുറേ മാറി. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ ലിറ്ററേച്ചർ ഇൻഫർമേഷൻ സിസ്റ്റം മുഴുക്ക ക്ലാസിഫൈഡാണ്, ഒന്നും കിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ ഖര ഇന്ധനം സോളിഡ് പ്രൊപ്പലൻറ്റിലേക്ക് കൈവയ്ക്കുന്നത്. അന്ന് സാറിൻ്റെ ആദ്യത്തെ ജോലി ആ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ SLV-3 പ്രോജക്റ്റിൻ്റെ ഒരു സ്റ്റേജ് 2 സിസ്റ്റം ഡെവലപ്മെൻറ്റായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ, അന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പം SLV-3 പ്രോജക്റ്റ് ജസ്റ്റ് PDR, പ്രിലിമിനറി ഡിസൈൻ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സ്റ്റേജിലായിരുന്നു. 4 സ്റ്റേജായിരുന്നു. SLV-3 ആണ്. SLV-3 എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നെ അത് SLV എന്നാക്കി. SLV-3 എന്ന് പറയാൻ കാര്യം ഡിസൈൻ നമ്പർ 1, ഡിസൈൻ 2, ഡിസൈൻ 3 ഓപ്ഷൻ എടുത്തിട്ട് 3rd ഓപ്ഷനാണ് അവസാനം കമ്മിറ്റി അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് SLV-3 ആയത്. ആ സമയത്താണ് ജോയിൻ ചെയ്തത്. അത് 4 പ്രഗത്ഭരായ 4 സയൻറ്റിസ്റ്റിന് ഓരോ സ്റ്റേജ് കൊടുത്തു. അത് ശരി. അങ്ങനെ വീതിച്ചു കൊടുത്തിരുന്നു. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒരു ബൂസ്റ്റർ. അന്ന് 4 സോളിഡ് റോക്കറ്റായിരുന്നു. SLV-3 അന്ന് ലിക്വിഡ് ഇല്ല, അന്ന് സോളിഡ് ആയിരുന്നു. അപ്പോൾ 1ാം സ്റ്റേജ് സോളിഡ് മോട്ടർ എന്ന് പറയുന്ന 1ാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഡയമീറ്ററും ഏകദേശം 30 അടിയോളം 10 മീറ്ററോളം നീളവും ഉള്ള 10 ടൺ ഭാരമുള്ള ഒരു ബൂസ്റ്ററായിരുന്നു. അന്നത്തെ ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് വലിയ ബൂസ്റ്ററാണ്. ഇപ്പം നമുക്കത് വെറും പെൻസിൽ പോലെ തോന്നും.
അപ്പോൾ അത് ഡോക്ടർ ഗവരിക്കർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം സയൻറ്റിസ്റ്റ്, ഒരു ഡയറക്ടറൊക്കെ VSSC ഡയറക്ടറായിരുന്നിട്ടൊക്കെയാണ് റിട്ടയർ ചെയ്തത്. പിന്നെ പുള്ളി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വലിയ ആളൊക്കെ ആയി വരും. ഇറ്റ്സ് എ ഗ്രേറ്റ് മാൻ, സോളിഡ് പ്രൊപ്പലൻ്റ്. അദ്ദേഹവും രണ്ടാമത്തെ സ്റ്റേജും സോളിഡ് ബൂസ്റ്ററായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് 800 mm ഡയമീറ്ററും ഒരു 3.5 മീറ്റർ നീളമുള്ള സെക്കൻഡ് സ്റ്റേജ്. അത് MR കുറുപ്പെന്ന് പറയുന്ന അദ്ദേഹം ബാർക്കിൽ നിന്നാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ റോക്കറ്ററിയും തുമ്പയിലെ സ്ഥാപനവും ഒക്കെ തുടങ്ങിയത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ സബ്സിഡിയറി ആയിട്ടാണ്. അന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്ന മേശയിലും കസേരയിലും മലമാരയിലും ഒക്കെ ബാർക്കിൻ്റെ എക്യുപ്മെൻ്റ് നമ്പറുണ്ട്. അത് പിന്നെയാണ്, കാരണം അത് വിക്രം സാരാഭായിയും ഹോമി ഭാബയുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ ബാർക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റഡി പ്രോജക്റ്റായിട്ടാണ് ബഹിരാകാശ ഗവേഷണം തുമ്പയിൽ തുടങ്ങുന്നത്. ആ കണക്ഷനിലുണ്ട്. അത് പിന്നെയാണ് അതിന് ശേഷമൊക്കെ 70 കഴിഞ്ഞ് 71 കഴിഞ്ഞിട്ടാണ് ISRO ഒക്കെ ഫോം ചെയ്തത്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫജ്. അതിന് മുമ്പ് ബാർക്കിൻ്റെ കീഴിൽ കോസ്പാർ എന്നും പറഞ്ഞിട്ട് കോസ്പാർ എന്ന് പറയുന്നത് കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നുള്ള ഇൻ്റർനാഷണൽ കമ്പനി, കോസ്പാർ എന്ന് പറയുന്നത് ഇന്ത്യൻ. അതിൻ്റെ കമ്മിറ്റിയാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ദാറ്റ് ഇസ് എ ഓൾഡ് സ്റ്റോറി. അപ്പോൾ അന്ന് നമ്മുടെ പ്ലാന്റ്, ഞാൻ വർക്ക് ചെയ്യുന്ന പോർഷൻ, ഞാൻ MR കുറുപ്പിൻ്റെ കൂടെയാണ് റിപ്പോർട്ട്. ഈസ് എ ഗ്രേറ്റ് മാൻ. എന്നെ സംബന്ധിച്ചോളം ആണെന്നുണ്ടെങ്കിൽ ഈസ് എ ഗോഡ് ഫാദർ. MR കുറുപ്പ് ഈസ് ഫ്രം അരിപ്പാട് എന്നുള്ള പുള്ളി ബാർക്ക് ട്രെയിനി ആയിരുന്നു. ബാർക്കിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു, എഞ്ചിനീയർ. ഈസ് എ ബേസിക്കലി എ കെമിക്കൽ എഞ്ചിനീയർ. ഈ ഗവരിക്കറും കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇവർ രണ്ടുപേരും പാരലായിട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഗവരിക്കർ നോക്കി. അതിന് DPS1 എന്ന് പറയും, ഡിസൈൻ പ്രോജക്റ്റ് സ്റ്റേജ് 1. കുറിപ്പിൻ്റെ കീഴിൽ DPS2, ഡിസൈൻ പ്രോജക്റ്റ് സ്റ്റേജ് 2. ഇതെല്ലാം SLV3യുടെ സ്റ്റേജ് 2. അതിൽ ആ രണ്ടാമത്തെ S2 ഡിസൈൻ പ്രോജക്റ്റ് സ്റ്റേജ് 2-ലായിരുന്നു ഞാൻ. മൂന്നാമതൊരു സ്റ്റേജും ഉണ്ടായിരുന്നു, തേർഡ് സ്റ്റേജ് ആയിരുന്നു. അതും സോളിഡായിരുന്നു. അത് തേർഡ് സ്റ്റേജ് എന്നുള്ള പറഞ്ഞത് ഡോക്ടർ മുത്തുനായമായിരുന്നു അന്ന്. മുത്തുനായം പിന്നെ ലിക്വിഡിലേക്ക് തിരിഞ്ഞു. പിന്നെ നാലാമതൊരു സ്റ്റേജും ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഒരു സ്റ്റേജായിരുന്നു അത്. അതായത് ഒൺലി സംതിങ് ലൈക്ക് 400 kg മറ്റേ ഉള്ളൂ. അതിനാണ് നമ്മൾ FRP കേസൊക്കെ അന്ന് വെച്ച്. ഈ തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി FRP കേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സിസ്റ്റമാണ്. അത് അന്നേ ഉണ്ടാക്കിയത്. ശരി. അതൊക്കെ സാരാഭായിയുടെ സമയത്ത് ഇതിനൊക്കെ ഇനിഷ്യേറ്റ് ചെയ്തു. അതിൻ്റെ മെയിൻ ഒരാൾ കലാം സാറാണ്. അപ്പോൾ ഈ നാലാമത്തെ സ്റ്റേജിൻ്റെ ആൾ കലാം സാറായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഡോക്ടർ ഗവാരിക്കാർ, സെക്കൻഡ് സ്റ്റേജ് MR കുറുപ്പ്, തേർഡ് സ്റ്റേജ് മുത്തുനായകൻ, ഫോർത്ത് സ്റ്റേജ് കലാം സാർ. ഇങ്ങനെ 4 സ്റ്റേജായിരുന്നു. ഇവരെ ഈ പ്രഗത്ഭരോടൊപ്പൊക്കെ വർക്ക് ചെയ്തു. കലാം സാറിൻ്റെ കൂടെ 10 വർഷം ഒരുമിച്ച് ഇരുന്ന് അത് വല്ലാത്തൊരു അനുഭവമാണ്. കലാം സാറിൻ്റെ കൂടെയൊക്കെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരിക്കലും ആ പേഴ്സണാലിറ്റിയെ മറക്കില്ല. കറക്റ്റ്. അതായത് ആ ഒരു ഹ്യൂമൻ ടച്ച് അനുഭവം, അതാണ് ISROയുടെ ഏറ്റവും വലിയ. അത് ഈവൻ സാരാഭായിയും അതെ. സാരാഭായിയെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ജോയിൻ ചെയ്യുന്നതിന് ഏകദേശം 25 ഡേയ്സിന് മുമ്പ് സാരാഭായി മരിച്ചുപോയി. ഡിസംബർ, ഞാൻ ജാനുവരിയിൽ 72 ജാനുവരിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. സാരാഭായി ഡിസംബർ 71 അകാലചരമമായിട്ട് മരിച്ചുപോയി. ബട്ട് ഐ ക്യാൻ ടെൽ യു, ഇപ്പോഴും ഞാനവിടെ വരുമ്പോൾ ആ ക്യാമ്പസ് കംപ്ലീറ്റ് സാരാഭായിയുടെ ആ മെമ്മറിയുടെ ഒരു ഫ്രാഗ്രൻസാണ്. ആരെടുത്ത് ചോദിച്ചാലും സാരാഭായി എന്നുള്ള വാക്ക് പറയുമ്പോൾ ആ വാക്ക് പറയുമ്പോൾ അവരുടെ മനസ്സിനുണ്ടാകുന്ന ഒരു അനുഭൂതിയും ബഹുമാനവും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവം. ദാറ്റ് വാസ് സാരാഭായി, ഗ്രേറ്റ് മാൻ. അതിനൊരു സാരാഭായി ഇങ്ങനെ ആയി എന്നുള്ളതിനൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അത് ഞാൻ ഐ വിൽ ടെൽ യു ലേറ്റർ. സമയം കിട്ടിയാൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ദാറ്റ് ഈസ് എ വേ ഹി ഹാസ് ബീൻ ബ്രോട്ട് അപ്പ് ഇൻ ഹിസ് ഫാമിലി. ദ റിച്ചസ്റ്റ് ഫാമിലി ഇൻ ഇന്ത്യ സാരാഭായിയുടെ. കലാമിൻ്റെ നേരെ എതിരാണെന്ന് നമുക്ക് പറയാം. കലാം ഹാസ് കം അപ്പ് ഫ്രം എ വെരി പൂറസ്റ്റ് ഫാമിലി. അങ്ങനെയാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ അന്ന് ദി ഹയർ അതോറിറ്റീസ് ഫൗണ്ട് ഈ ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് ഒരു വെഹിക്കിൾ ഉണ്ടായിട്ട് 4 സ്റ്റേജ് 4 പേരെ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കൊഹറൻസ് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ട് ഒറ്റ ആളിന് ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർഷിപ്പ് കൊടുത്ത് കലാമിനെ എല്ലാം കൂടെ ആക്കി. ഗ്രേറ്റ്.
സാറേ അവിടുത്തെ ഞാൻ ISROയിലും വർക്ക് ചെയ്യുന്നവരുടെ സിംപ്ലിസിറ്റി വളരെ ഡൗൺ ടു എർത്ത് പീപ്പിളാണ്. ഒരു ദേ ആർ ബ്രില്യൻ സയൻറ്റിസ്റ്റ്, വെരി ക്വാളിഫൈഡ് പേഴ്സൺസ്, ഡോക്ടറേറ്റും എൻജിനീയറിങ്ങിലായാലും വേറെ ഏത് സയൻസിലായാലും ഇതിലൊക്കെ തന്നെ. ആ സിംപ്ലിസിറ്റി എങ്ങനെയാണ് ഇത് തലമുറകളായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു 2 കാര്യമുണ്ട് വേണു. ഒന്ന് സിംപ്ലിസിറ്റി, ഹമ്പിൾനെസ്, എളിമ. രണ്ടാമത്തത് സമത്വമായിട്ട് തോന്നുന്ന ഒരു ഫീലിംഗ്. എല്ലാവരും തുല്യരാണെന്നും വലിപ്പച്ചെറുപ്പം ഇല്ല എന്നുള്ള ആ ഒരു ഫീലിംഗ്. അതല്ലേ അതിൻ്റെ മകളുടെ ഉദാഹരണമല്ലേ കലാമിനെ ലാസ്റ്റ് ഫേസിൽ നിന്ന് അദ്ദേഹത്തെയാണ് അത് മുഴുവൻ ലീഡ് ചെയ്യാനെടുത്ത്. അതിന് അത് വെച്ചാൽ ആ ഡയറക്ടറോ ചെയർമാനോ ടെക്നിക്കൽ അസിസ്റ്റൻറ്റോ എൻജിനീയറോ ഡ്രൈവറോ ക്യാൻറ്റീൻ ബോയോ തൂപ്പുകാരനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഇല്ല. ആ സമഭാവന എന്ന് നമ്മൾ പറയില്ലേ, അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചതാണ് ആ ഓർഗനൈസേഷനിൽ. ആ ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്, നമ്മളിതെല്ലാം പറയുമ്പോൾ ISROയെ കുറിച്ച് എന്ത് പറയുമ്പോഴും ലോകത്ത് ടീം സ്പിരിറ്റിൻ്റെ ഏറ്റവും വലിയ മകുടോ ഉദാഹരണമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ISRO. കുറേയൊക്കെ ഡിറ്റീരിയേഷൻ ഇപ്പോൾ വന്ന് കാണും, പണ്ടത്തെ പോലെ ഉണ്ടാകില്ലായിരിക്കും പുതിയ തലമുറയിൽ. ബട്ട് നമുക്കത് വ്യക്തമായിട്ടുണ്ട്. അതിനൊരു കാര്യമുള്ളത്, ആ ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയത് സാരാഭായിയാണ്. അതാണ് ഞാനിത് പിന്നെയാണ് സാരാഭായിയുടെ കഥ മുഴുക്ക, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ കഥ മുഴുക്ക ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈസ് ഫ്രം എ റിച്ചസ്റ്റ് ഫാമിലി. എവിടെയാണ് അദ്ദേഹം? അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇല്ലാത്ത ബിസിനസ് ഇല്ല. ക്യാൻ യു ബിലീവ്? സാരാഭായി കെമിക്കൽ, സാരാഭായി ഗ്ലാസ് വർക്ക്, സാരാഭായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, IIM അഹമ്മദാബാദ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ഓക്കെ. അല്ല, സാരാഭായി ടെക്സ്റ്റൈൽസ്, ഈ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ വ്യവസായത്തിൻ്റെ അടിത്തൂണിട്ടത് സാരാഭായി ഫാമിലിയാണ്. ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സാരാഭായിയുടേതാണ് ഇപ്പോഴും. അങ്ങനെ എന്ത് ചോദിച്ചെന്ന് കഴിഞ്ഞാൽ സാരാഭായി കുടുംബത്തിന് എന്തില്ലാന്ന് നിങ്ങൾ ചോദിക്കണം. അത്രയും വലിയ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് സാരാഭായി. എവറി മന്ത് he has to go abroad for seeing the business പർപ്പസിന് വേണ്ടി പോകണം. ആ മനുഷ്യൻ അദ്ദേഹം റിസർച്ച് ചെയ്ത് അവിടെ പോയി വെളിയിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ്, അന്ന് വിദ്യാഭ്യാസത്തിന് പുള്ളി UK പോകുമ്പം അവിടുത്തെ അഡ്മിഷന്, പുള്ളിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ അഡ്മിഷന് പോകുമ്പം അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ റെക്കമെൻഡേഷൻ കത്തും മേടിച്ചാണ് പോയിട്ടുള്ളത്. അന്ന് ലോകത്തറിയപ്പെടുന്ന ഒരു വ്യക്തി രവീന്ദ്രനാഥ ടാഗോറാണ്. യു ജസ്റ്റ് ഇമാജിൻ. ആ കത്തും കൊണ്ടുപോയി അഡ്മിഷൻ മേടിച്ചു. പുള്ളി തിരിച്ചു വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു. ഇപ്പം നമ്മൾ JPL ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിക്ക് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ഒരു അഹമ്മദാബാദിലൊരു ഇതുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഫിസിക്കൽ റിസർച്ച് ലാബ്, PRL. അത് സാരാഭായിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു കുടുംബത്തിൻ്റെ. ഇവർക്ക് ISROയ്ക്ക് സറണ്ടർ ചെയ്തു. IIM അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് സാരാഭായിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു, ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ അവരുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കണം കുട്ടിയെ. അതൊരു വലിയ ക്യാമ്പസ് ആയിരുന്നു അവരുടെ കുടുംബം താമസിക്കുന്നത്, വെരി ബിഗ് ക്യാമ്പസ്. എവിടെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലാളികളും ഒരുമിച്ച് താമസിക്കുന്ന ക്വാർട്ടേഴ്സും ഈ മുതലാളി താമസിക്കുന്ന ഒരു ക്യാമ്പസിലാണ്. കറക്റ്റ്. ഇവരുടെ എല്ലാ മക്കളും ഒരുമിച്ച് മുറ്റത്ത് ഒരു കോർട്ടിൽ കളിക്കുകയും ഒരിടത്ത് ആഹാരം കഴിക്കുകയും ക്യാൻറ്റീനിൽ പോവുകയും സ്കൂളിൽ പോവുകയും വരുന്നതാണ്. അങ്ങനെ സമഭാവനയോടുകൂടി വളർന്ന കുടുംബത്തിലെ കുട്ടിയാണ് സാരാഭായി. അതാണ് ഇവിടെയും. അതാണ് ആ വളർന്നു വന്ന ആ ശീലം അദ്ദേഹം അതുപോലെ എല്ലാവരുടെ അടുത്തും കാണിക്കും. BSSCയിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വന്ന ഉടനെ ഡ്രൈവറെ പോലും തോളി കൈയിടും. ഒരു റിസപ്ഷനിസ്റ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഹായ് ബേബി എന്ന് പറഞ്ഞ് ഇങ്ങനെ എംബരസ് ചെയ്യും എവനിബഡി. അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. ഒരുമിച്ച് ആഹാരം കഴിക്കും, ഒരുമിച്ച് മൂവ് ചെയ്യും, ഒരുമിച്ച് യാത്ര ചെയ്യും, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാരെ കൂടെ നിന്ന് ജോലി ചെയ്യും. ആ കൾച്ചറാണ്. അതാണ് ആ എളിമയും അഹംഭാവം ഇല്ലായ്മയും എല്ലാവരും ഒരുപോലെ കാണുന്ന സമഭാവനയുമാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ പഠിച്ചതിലെ ഏറ്റവും വലിയ കാര്യം ISROയിൽ നിന്ന് പഠിച്ചത് അതാണ്. സാറ്, ഒരിക്കൽ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഏകോപനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. വൺസ് വി ഡിസ്കസ്ഡ് ഇറ്റ്, സിനർജി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. പ്രൊപ്പല്ലൻറ്റുകൾ, നോസിലുകൾ, വൻ ബൂസ്റ്ററുകൾ പോലുള്ള കഠിന ശാസ്ത്ര മേഖലകളിൽ നിന്നും പ്രവർത്തിച്ച ഒരു എൻജിനീയറായി ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഏകോപനം സാറിൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്?
ഒരു നല്ല ചോദ്യമാണ്, ഒരുപാട് പറയാനുള്ളതാണ്. പക്ഷേ ഞാൻ വളരെ ചുരുക്കി പറയാൻ നോക്കാം. ഞാൻ നേരത്തെ മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ ഒരു അനുഭവം പിന്നെ പറയാമെന്ന് പറഞ്ഞു. അതാണ് തുടക്കം. അങ്ങനെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്ക് മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്ത് ഡ്യൂട്ടിയിലെടുത്തിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് അവിടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒരു വർഷം ആദ്യം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പം അവിടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, ഒരു സ്റ്റാഫും ഇല്ല. അവർക്ക് സെക്കൻഡ് ഇയർ തൊട്ട് 2 സബ്ജക്റ്റ് ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? നമ്മുടെ ICT OCT എന്ന് പറഞ്ഞ ഓർഗാനിക് കെമിക്കൽ ടെക്നോളജി, ഇൻഓർഗാനിക് കെമിക്കൽ ടെക്നോളജി, സ്റ്റോക്കിയോമെട്രി, ആ 3 സബ്ജക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെക്ചറർ വയ്ക്കണം. അപ്പോൾ അവർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, ലൈബ്രറി ഇല്ല, ഒന്നും ഇല്ലാത്ത സമയത്ത് അവിടെ നിന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്യലായിരുന്നു എൻ്റെ ജോലി. ലാബും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്യണം, വർക്ക്ഷോപ്പ് ഉണ്ടാക്കണം. അതിന് എന്നെ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അന്ന് REC ആണ്, NIT അല്ല, REC വാരങ്കൽ. അതിവിടെ അടുത്താണ്, നമ്മുടെ മംഗലാപുരത്തിനും ഉടുപ്പിക്കും ഇടയ്ക്കാണ് വാരങ്കലിൻ്റെ REC. അപ്പോൾ അവിടെ ഒരു പ്രൊഫസർ കാരന്തായിരുന്നു അവിടുത്തെ. സൂറത്കൽ സാർ, സൂറത്കൽ, വാരങ്കലല്ല സൂറത്കൽ. ആ സൂറത്കൽ RECയിലെ പ്രൊഫസർ കാരന്തിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാ വീക്കെൻഡിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു ദിവസം ചിലവഴിച്ച് അവിടെ ഉള്ളത് മുഴുക്ക വരച്ച് നോക്കി അളവെടുത്ത് കൊണ്ടുവന്ന് വിടുന്നു. ഇവർക്ക് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്, ഇവർക്കൊരു മണിപ്പാലിൽ ഇവർക്കൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒക്കെ. അപ്പോൾ വരച്ചു കൊടുത്താൽ അവരപ്പോഴേ ഉണ്ട്. അങ്ങനെയാണ് ഞാനൊരു ഫാബ്രിക്കേഷൻ ഡ്രോയിങ് ഉണ്ടാക്കി ഒരു സാധനം ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അനുഭവം ഉണ്ടായി. അതായത് അന്നത്തെ അവിടുത്തെ പ്രിൻസിപ്പൾ BV കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരു കന്നഡക്കാരനായിരുന്നു, ഒരു ഭയങ്കര വെരി ജീനിയസ് മാൻ. ഗീതാ പാരായണം, ആധ്യാത്മികം, സ്പിരിച്വാലിറ്റി, മൈൻഡ് റീഡിങ്സും, ഹിപ്നോട്ടിസം, മാസ്മരിസം ഇന്ന് വേണ്ട അങ്ങനെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഈസ് എ വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് പറയാം. അവിടുത്തെ പിള്ളേർ കളിയാക്കി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോസ് എവറിത്തിങ് എക്സെപ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ്. അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് പ്രിൻസിപ്പളായ പാർട്ടിയാണ്. കൃഷ്ണമൂർത്തി ഈ നോസ് എവറിത്തിങ് എക്സെപ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് അവർ പറയുന്നത് തമാശയ്ക്ക്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഹിപ്നോട്ടിസം ക്ലാസ് ചെയ്യും. ദാറ്റ് വാസ് മൈ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആ ഹിപ്നോട്ടിസം ക്ലാസ്. ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാൻ നോക്കാം. അദ്ദേഹം ഒരു നോട്ടീസ് ഇട്ട് ഇങ്ങനെ, ഇതിന് മുമ്പ് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ബ്രദറില്ല, ആ ചേച്ചിയുടെ ഹസ്ബൻഡ് കൊല്ലം കോളേജിലെ പ്രൊഫസറായിരുന്ന അദ്ദേഹം, നടരാജൻ എന്ന് പറഞ്ഞ അദ്ദേഹം, ഈ കുട്ടികളെ ഉറക്കാനായിട്ട് കരഞ്ഞ് ബഹളം ഉണ്ടാകുന്ന കുട്ടികളെ ഉറക്കാൻ വേണ്ടി മൈൽഡായിട്ട് ഹിപ്നോട്ടിസം ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറേ ഫണ്ടമെൻ്റൽ ബുക്കുകൾ എന്നെ ഇങ്ങനെ വായിക്കാൻ തന്നു. എനിക്കൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ മൈൻഡ് റീഡിങ് അതൊക്കെയാണ്, ഈ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഈ പോയിൻ്റ്, ദിസ് പോയിൻ്റ് ഈസ് വെരി തിങ്, നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ എടുക്കത്തക്ക രീതിയിൽ ഒരു മെത്തേഡിലാണ് ഹിപ്നോട്ടിസ് എന്ന് പറഞ്ഞ എല്ലാ ബാക്ക്ഗ്രൗണ്ട് അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വായിക്കാനുമായിട്ടുള്ള ബുക്കുകളൊന്നും അന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൃഷ്ണമൂർത്തി പ്രിൻസിപ്പാളിൻ്റെ ഒരു സർക്കിളിലുണ്ട്. പ്രിൻസിപ്പാൾ ഡോക്ടർ BV കൃഷ്ണമൂർത്തി വിൽ ബി കണ്ടക്ടിങ് എ ഹിപ്നോട്ടിസം ക്ലാസ് ആൻഡ് എ ഡെമോൺസ്ട്രേഷൻ ടുഡേ ആഫ്റ്റർനൂൺ by 3 o'clock ഇൻ ദി ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം നല്ല വലിയ ഹാളാണ്, 400 പേർക്ക് അവൻ്റെ ഇരിക്കാൻ പറ്റുന്നൊരു വലിയ ഹാളാണ്. ഞാൻ നേരെ പോയി, ഞാൻ ഫാക്കൽറ്റി ആണല്ലോ, അപ്പം നേരെ പോയി ഫ്രണ്ടിൽ ഉള്ള റോയിലങ്ങിരുന്നു. അപ്പം സ്റ്റേജുണ്ട്, സ്റ്റേജിൽ ഒരു 10-25 പേർക്ക് കസേരയിട്ടിരിക്കുക. ഇദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി വോളണ്ടിയേഴ്സായിട്ട് കുട്ടികളെ വിളിച്ചു അവിടെ ഇരിക്കാൻ. ഹി വാണ്ടഡ് ടു ഗിവ് എ ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ എല്ലാവരും വന്ന് വിളിച്ച്, പ്ലീസ് കം വോളണ്ടിയേഴ്സ്, ഐ വാണ്ട് ഗോയിങ് ടു എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ് കസേരയിൽ നിരത്തി എല്ലാവരെയും ഇരുത്തി. അപ്പം എൻ്റെ മനസ്സങ്ങ് ത്രില്ല് ചെയ്യാണ്. ഇങ്ങനെ നോക്കിയിട്ട് എന്നെ കൂടെ ഒന്ന് വിളിച്ചെങ്കിൽ ഇയാൾ എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഐ വാണ്ട് ടു നോ ദ സീക്രട്ട് ആൻഡ് ദ ടെക്നിക്. ബൈ ദ ബൈ, ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഈശ്വര വിശ്വാസം ഇല്ലാണ്ടായി. അതൊരു വഴിത്തിരിവാണ്. വീട്ടിലായിരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, വിളക്ക് കത്തിക്കണം, അത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ അമ്മ സ്ട്രിക്റ്റായിട്ട് വെച്ച് അതങ്ങനെ പ്രാക്ടീസ്. പക്ഷേ അത് കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ അത് ടോട്ടലി അങ്ങ് മാറി. അപ്പം ഒരു റീതിങ്കിങ് വന്നു. പണ്ട് വിചാരിച്ചിരിക്കുന്നത്, അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ഈ ഉയർച്ചയും അനുഭവവും മാർക്ക് കിട്ടുന്നതും ജയിക്കുന്നതും ഒക്കെ ഈശ്വരൻ്റെ സഹായം കൊണ്ട് പ്രാർത്ഥനയിലാണെന്ന് പറഞ്ഞു. അതൊക്കെ നിർത്തി കേട്ടിട്ടും ഞാൻ അവിടെ കോളേജിൽ നമ്പർ 1 ആയിരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു, അതല്ലല്ലോ, അപ്പോൾ എൻ്റെ എഫർട്ടാണല്ലോ എന്നോ. അക്കൂട്ടത്തിൽ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു SFI നേതാവ്, അന്ന് KSF ആയിരുന്ന ഒരു നേതാവ്, ഇത്തിരി ആക്ടിവിസ്റ്റാണ് പുള്ളി, ഒരു ഇത്തിരി തീവ്ര പാർട്ടിയാണ്.
പുള്ളിയായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ദൈവം എന്നുള്ളത് സങ്കല്പമാണെന്നും ദൈവം മനസ്സിലാണെന്നും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിലൊരു കാര്യമില്ലെന്നും ക്ഷേത്രങ്ങളൊക്കെ ചുമ്മാ ആവശ്യമില്ലാണ്ട് മനുഷ്യനെ പറ്റിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹമായിട്ടുള്ള അടുപ്പത്തിൽ എനിക്ക് ആ ക്ഷേത്രത്തിലും ഈശ്വരനിലും വിഗ്രഹത്തിനുള്ള വിശ്വാസം കംപ്ലീറ്റ് പോയി അന്ന് തൊട്ട്. ദാറ്റ് ഈസ് ഫ്രം 67-68 ഓൺവേഡ്സ് ഇല്ല. അപ്പോൾ ഈ ഹിപ്നോട്ടിസം ക്ലാസ് തുടങ്ങിയായിട്ട് വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ പുള്ളി അവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവർക്കും യു ആർ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ് ഡെമോൺസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ പുള്ളി ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ഹീ കുഡ് സീ മൈ ഫേസ്. ഇപ്പോഴും എനിക്കറിയാം. അദ്ദേഹം അവിടെ ഇരുന്നും കൊണ്ട് ഒരു അനൗൺസ് ചെയ്ത് ഫാക്കൽറ്റീസ് ആൾസോ ക്യാൻ ജോയിൻ. സ്റ്റുഡൻറ്റ് മാത്രമല്ല ഫാക്കൽറ്റീസ് ഓൾസോ. ഇത് കേട്ട ഉടനെ ഞാൻ ഓടിപ്പോയി ബാക്കിയുണ്ടായിരുന്ന ഒരു കസേരയിൽ പോയെങ്കിൽ ഇരുന്നു. പുള്ളി ഒരു 3 റൗണ്ട് ഹിപ്നോട്ടിസത്തിൻ്റെ ഇത് ഇങ്ങനെ പറഞ്ഞ് അതങ്ങനെ ഒരു റിത്തമിലാണ്. യു ആർ സ്ലീപ്പിംഗ്. ആദ്യമേ പുള്ളി പറയും, ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി, ഹിപ്നോട്ടിസം എന്താണ്, അതിൻ്റെ മെൻ്റലിൻ്റെ പവർ, എപ്പോൾ ചെയ്യാം, എപ്പോൾ ചെയ്തുകൂടാ, അതെങ്ങനെ മനുഷ്യനെ മാറ്റുന്നു, ശരീരത്തിനെന്ത്, ഇതെല്ലാം നല്ല സയൻറ്റിഫിക്കായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 2-3 ട്രിപ്പ് പുള്ളി ഇങ്ങനെ ഈ ഏറ്റക്കുറച്ചിൽ അവരോഹണത്തിൽ കൂടെ ശബ്ദത്തിൽ കൂടെ യു ആർ സ്ലീപ്പിംഗ്, യു ആർ ലെൻഡിങ് യുവർ മൈൻഡ് ടു മീ എന്നൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളി ഇങ്ങനെ കംപ്ലീറ്റ് നോക്കും. പുള്ളി കണ്ണടച്ചാണിരിക്കുന്നത്. എല്ലാവരും കണ്ണടച്ചിരിക്കണം. കണ്ണടച്ചിട്ട് മനസ്സ് മുഴുക്ക നിങ്ങൾ എനിക്ക് സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പയ്യെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ കണ്ണു തുറന്ന് പറഞ്ഞു, യു ക്യാൻ ഗോ ബാക്ക് എന്ന്. അത് ശരി. It was a shock to me. എൻ്റെ മുഖത്തുള്ള മസിൽ മൂവ്മെൻറ്റും രീതിയും കണ്ടിട്ട് ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഐ ആം നോട്ട് കോപ്പറേറ്റിംഗ്. കാരണം ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ എൻ്റെ മനസ്സ് ഇയാൾ എന്നെ എന്ത് ചെയ്യാൻ പോണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വെപ്രാളമാണ്. ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഫ്രം മൈ ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇതൊരു ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് മാറ്റി ഇരുത്തിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു പണി പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നുമില്ല. ഒരു ബാക്കിയുള്ളവരെ പുള്ളി ഇരിച്ച് ആൾക്കാർ താഴെ വീണ് തറയിൽ കിടന്നുറങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരെ കൊണ്ട് വീഡിയോ ഒലിപ്പിച്ചു, പാട്ട് പാടിച്ചു. ഇയാൾ എന്ത് പറയുന്നു, ഒരു പപ്പറ്റ് പോലെ ഈ പിള്ളേർ കാട്ടിക്കൂട്ടി. ഇത് കഴിഞ്ഞ് തീർന്നിട്ട് ഇയാൾ പറഞ്ഞു, നൗ ഐ ആം ഗോയിങ് ടു മേക്ക് എ മാസ് ഹിപ്നോട്ടിസം, ഐ വിൽ ഹിപ്നോട്ടിസ് ദ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഇറങ്ങി നിന്നിട്ട് ഇയാളും ചെയ്ത്. ഇരിക്കുന്ന കുട്ടികളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിള്ളേർ പടപടയെന്ന് കസേരയിൽ നിന്ന് താഴെ വീണ് അവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ. ശരി. ഐ തിങ്ക് ഐ വിൽ നെവർ ഫർഗെറ്റ് ദാറ്റ് സീൻ. അന്ന് തൊട്ട് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ഈസ് സംതിങ് സോ കോംപ്ലക്സ് ആൻഡ് ഗ്രേറ്റ്. നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന കാണാൻ പറ്റാത്ത ഈ മനസ്സിൻ്റെ വ്യാപാരം ഇത്രയും വലിയ രീതിയിൽ വേറൊരാളിന് കൺട്രോൾ ചെയ്യാനും എടുക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ വേണോ the amount of books I have read on mind is so much. I have at least about 100 books in my library as well. Okay. ഒരുപാട് ബുക്കുകൾ സബ്-കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ ഉള്ള ഒരുപാട് ബുക്കുകൾ വായിച്ചു. അങ്ങനെയാണ് നമുക്ക്, അപ്പോഴാണ് ഈ നിരീശ്വരവാദത്തിൻ്റെ അവിടെ നിന്ന് മനസ്സിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ആ ഒരു സൂപ്പർ പവർ എന്നുള്ള രീതിയിൽ ഈ വിഗ്രഹത്തിൻ്റെയൊക്കെ കളയൂ. വിഗ്രഹം എങ്ങനെയും മനുഷ്യനുണ്ടാക്കുന്ന സാധനം. ബട്ട് ദറ്റ് പവർ, സൂപ്പർ പവർ, നേരത്തെ വേണ്ടി ദ കോൺസെൻട്രേഷൻ, ദ മെഡിറ്റേഷൻ, the effect of meditation, concentration and the mental power, the will power എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ് ഫോർ സക്സസ്. ഗ്രേറ്റ്. അങ്ങനെ ഒരു വലിയ ക്രിട്ടിക്കൽ പോയിൻ്റാണ്. യെസ്, ദ വിൽ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആ വിൽ പവർ, വിത്തൗട്ട് യുവർ മൈൻഡ് യുവർ ബോഡി ഈസ് നത്തിങ്. നമ്മുടെ ശരീരത്തിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സമയാസമയം കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യിക്കുന്നത് മുഴുക്ക അകത്തിരിക്കുന്ന മൈൻഡിൻ്റെ കമാൻഡാണ്. സാർ, അത് ഞാൻ ചോദിക്കുന്നത്, ഒരു വിക്ഷേപണ ക്യാമ്പയിനിൽ, ഒരു ലോഞ്ച് ക്യാമ്പയിൻ, താങ്കൾ ആ സമയത്ത് ഓരോ സയൻറ്റിസ്റ്റും നേരിടുന്ന സമ്മർദ്ദം അത്യന്തം കൂടുതലായിരിക്കും. ഉറക്കം കുറവ്, ഓരോ സെക്കൻഡും നിർണായകം, ചെറിയൊരു പിഴവ് പോലും ദൗത്യത്തെ ബാധിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങയുടെ കൂട്ടാളികളുടെയും മാനസികവും അച്ചടക്കവും ശാരീരിക ശീലങ്ങളും ഒരു നല്ല തീരുമാനം എടുക്കാൻ
നേരിട്ട് സഹായിച്ചിട്ടുണ്ടോ? എങ്കിൽ ഒരു അനുഭവം അങ്ങ് ഞങ്ങൾ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ മനസ്സിനെക്കുറിച്ചിട്ട് ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം മനസ്സ് പ്ലസൻ്റായിട്ടും ഹാപ്പി ആയിട്ടും ചിയർഫുള്ളായിട്ടും വച്ചാലേ നമുക്ക് സമചിത്തത ഉണ്ടാകുമെന്നും ഡിസിഷൻ മേക്കിംഗ് നടക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ മനസ്സെങ്ങനെയാണ് ഡിസ്റ്റർബ്ഡ് ആകുന്നത്? സങ്കട ചിന്തകൾ വന്നു കയറും. ഞാൻ പഠിച്ചിട്ടുള്ള മനസ്സ് ഈസ് എ മങ്കി. മനസ്സെന്ന് പറയുന്നൊരു കുരങ്ങനാണ്. ആ മനസ്സിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും ഒരു ബാഡ് തോട്ട്സ്, സങ്കട ചിന്തകളെന്ന് നമ്മൾ പറഞ്ഞാൽ അതിനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ട് അകത്തിരുത്തും. എന്നിട്ട് പ്രിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ല, ഒരു ആക്സിഡൻറ്റ് പറ്റിയത്, ഒരു അസുഖം വന്നത്, ഒരു ഓപ്പറേഷൻ നടന്നത്, ഒരാളുമായിട്ട് വഴക്ക് കൂടിയത്, അല്ലെങ്കിൽ കൊച്ചുങ്ങളെ നമ്മൾ അടിച്ചതിന് ശേഷം റിപ്പൻറ്റ് ചെയ്യുന്നത്, ഓഫീസിൽ പോയിട്ട് മേലുദ്യോഗസ്ഥൻ്റെ കൂടെ പോയൊന്ന് ഷൗട്ട് ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് വീണ്ടും വീണ്ടും തകട്ടി വരും. എന്നിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. രാത്രി ഉറക്കത്തിലൊക്കെ വന്നു കളയും. അത് ഒരു വല്ലാത്ത അനുഭവവും നമ്മളെ ശക്തി ക്ഷയിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതിനൊരേ മാർഗ്ഗമുള്ളൂ. ആ മാർഗം, ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ബി അവെയർ ദാറ്റ് നെഗറ്റീവ് തോട്ട്സ് ആർ എൻ്ററിങ് ടു അവർ മൈൻഡ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു തീരുമാനം എടുക്കണം. മനസ്സിനെ ശാസിക്കണം, ശകാരിക്കണം, ജസ്റ്റ് ഡ്രൈവ് ഔട്ട്. ദിസ് ഹാസ് ഹാപ്പൻ ലോങ് ബാക്ക്. There is no point in recollecting and spoiling your mental peace. അങ്ങനെ അതിനെ ഡ്രൈവ് ഔട്ട് ചെയ്യാനായിട്ടൊരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം. പിന്നെ റോക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ ആ ഫെയിലുവർ ചാൻസ് എല്ലാ ലോഞ്ചിങ്ങിനും ഫെയിലുവർ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ആൾ റോക്കറ്റ് ഈസ് ദ കോംപ്ലക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയുടെ ഒരു കേന്ദ്രമാണ്, ഒരു ഭണ്ഡാരമാണ് റോക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര സൂക്ഷിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു എലിമെൻ്റ് ഓഫ് അൺസർട്ടനിറ്റി ലൈസ് ദെയർ. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ യു ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ടേക്കിംഗ് എ റിസ്ക്. ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടായിട്ടുണ്ടോ സാറേ ഇങ്ങനൊരു അനുഭവം? ഏതെങ്കിലും ഒരു ലോഞ്ച് ടൈമിൽ സാറിന് ഒരു ഡിസിഷൻ മേക്കിംഗ്, ടഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എൻ്റെ ജീവിതത്തിലുണ്ടായ ടഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്, അത് സക്സസ്ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം 2008 ശേഷം എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിലായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തിട്ടിരുന്നപ്പോഴായാലും എപ്പോഴും ഒരു ടഫ് ടൈം വരുമ്പം ഞാൻ മനസ്സിൽ കരുതും, ചന്ദ്രയാൻ 1 ലോഞ്ചിൽ ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ. അതൊക്കെ വെച്ച് ആ കോംപ്ലക്സിറ്റി വെച്ച് നോക്കിയാൽ ഇതൊക്കെ വെറും ചീള് കേസെന്ന് നമുക്ക് തോന്നും. അതാണ് ഈ നമ്മൾ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്ത് വിജയിച്ച് കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മുടെ വിൽ പവർ അങ്ങ് കൂടും. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് ഒരു 2008 മാവുന്നാർ സാറിൻ്റെ എക്സ്ട്രീം ലീഡർഷിപ്പിൻ്റെ സമയത്ത്. ബൈ ദ ടൈം നമ്മൾ ഇസ്രോയുടെ ചരിത്രം പറയുമ്പോൾ മാധവനായർ സാറിൻ്റെ പീരീഡ് മറക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് പീരിയഡ്. ഇപ്പം അദ്ദേഹം വെറുതെ വീട്ടിൽ സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ചെയർമാൻ ഇസ്രോ എന്നുള്ള രീതിയിൽ മാധവൻ നായർ സാറ് ചെയ്ത പോലെ ഒരു ചെയർമാൻ അദ്ദേഹത്തിന് മുൻപുള്ളവരും പിൻപുള്ളവരും ചെയ്തിട്ടില്ല. ഏത് എംപ്ലോയീസ് അവിടെയുള്ള ഏത് ജീവനക്കാരുടെ ചോദിച്ചാലും 100% പറയും. അദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു ചന്ദ്രയാൻ 1 ലോഞ്ച്. 2008 ഒക്ടോബർ 22 ആയി വില്ല. അപ്പോൾ അതിന് 3 മാസം മുമ്പാണ് ഞാൻ ശ്രീഹരിക്കോട്ടയിലെ ഡയറക്ടറായത്. സാറിൻ്റെ ഡയറക്ടർ. ഞാൻ ഡയറക്ടർ ആകാനും ശ്രീഹരിക്കോട്ട പോകാനുമായിട്ടൊരു സംഭവമുണ്ട്. അതൊരു വല്ലാത്ത വഴിത്തിരിവാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റായിരുന്നു. ഞാനിവിടെ സ്വസ്ഥമായിട്ട് ഭാര്യയും 2 മക്കളും ഒക്കെ ആയിട്ട്, എൻ്റെ വൈഫും അവിടുത്തെ സയൻറ്റിസ്റ്റായിരുന്നു. പുള്ളിക്കാരത്തി ഇലക്ട്രോ കെമിസ്റ്റ് ആണ്, ബാറ്ററിയുടെ രാധ, കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിലുള്ള പുള്ളി ബാറ്ററി ഡെവലപ്പിൻ്റെ ഒരു ഗ്രൂപ്പിലായിരുന്നു. അവസാനം അവരൊരുപാട് ഈ ഫ്യൂൽ സെല്ലൊക്കെ അതൊക്കെ ഒരുപാട് നിക്കൽ കാഡ്മിയം, നിക്കൽ അയോൺ, നിക്കൽ ഹൈഡ്രജനൊക്കെ ബാറ്ററിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗ്രൂപ്പിലായിരുന്നു പഴന്തോതിൽ. അങ്ങനെ സ്വസ്ഥമായിട്ട് കഴിയുമ്പോൾ മാവുന്നാർ സാറിൻ്റെ ഫാമിലിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഫാമിലിയാണ് നമ്മൾ. കാരണം എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് മാവുന്നാർ സാറിൻ്റെ വൈഫിൻ്റെ കൂടെയാണ്. അവരവിടുത്തെ സയൻറ്റിസ്റ്റായിരുന്നു, രാധാകുമാരി മാഡം. അപ്പോൾ അത്ര ക്ലോസ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് ഞാനന്ന് വട്ടിയൂർക്കാവ് യൂണിറ്റിലെ നോസിൽ നോക്കുന്ന ഒരു ഇതിലങ്ങനെ വളരെ ഫ്ലറിഷ് ചെയ്തിരിക്കുന്നൊരു സമയമാണ്. അവിടെ പ്രോബ്ലംസൊക്കെ റിസോൾവ് ചെയ്ത് നന്നായിട്ട് S200 നോസിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്താണ്. ആ സമയത്താണ് ശ്രീഹരിക്കോട്ടയിലെ സ്പ്രോബ് സോളിഡ്
പ്രൊപ്പലൻ്റ് സ്പേസ് ബൂസ്റ്റർ എന്നും പറഞ്ഞിട്ടൊരു പ്ലാന്റാണ് സ്പ്രോബ്. ആ അത് ഗവാരിക്കർ ഇരുന്ന സമയത്ത് സ്ഥാപിച്ചതാണ്. അവിടെയാണ് ഈ PSLVയുടെ ബൂസ്റ്റർ ഒക്കെ ഉണ്ടായി. S139 എന്ന് പറയും. S139 ടണ്ണാണ് ആ ബൂസ്റ്ററിൻ്റെ വെയിറ്റ്. ആ GSLVക്ക് ഉപയോഗിക്കുന്ന ബൂസ്റ്റർ അതായിരുന്നു. അതൊക്കെ ഉണ്ടാക്കുന്ന ആ പ്ലാന്റാണ് സോളിഡ് പ്രൊപ്പലൻ്റ് സ്പേസ് ബൂസ്റ്റർ പ്ലാന്റ്. ആ പ്ലാന്റിൽ 2004 ഫെബ്രുവരിയിൽ ഒരു മേജർ അപകടം നടന്നു. ഒരു പൊട്ടിത്തെറി. എനിക്ക് തോന്നുന്നു വേണമെന്ന് ഇൻവോൾവ് ചെയ്ത് കാണും. അതിൻ്റെ എൻക്വയറിയുടെ കാര്യത്തിലൊക്കെ അന്ന് എക്സ്പ്ലോസീവിൽ ഇരിക്കുന്ന സമയത്ത് വേണുവിന് അനുഭവമുള്ളതാണ്. ഒരു ചെറിയ നെഗ്ലിജൻസ് കൊണ്ടുണ്ടായ ഒരു ഫ്രിക്ഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു എക്സ്പ്ലോഷനിൽ പ്രൊപ്പലൻ്റ് കത്തി തുടങ്ങി കഴിഞ്ഞാൽ വി കാൻ സ്റ്റോപ്പ് ഇറ്റ്. വൺസ് ഇറ്റ് സ്റ്റാർട്ട് ബേണിംഗ് കംപ്ലീറ്റ് ഇറ്റ് ഹാസ് ടു ബേൺ ഔട്ട് ആൻഡ് ദ ടെമ്പറേച്ചർ കംസ് അബൌട്ട് 3000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നിമിഷങ്ങൾക്കകം സ്റ്റീലും കാര്യങ്ങളും എല്ലാം കാണുന്ന മുഴുക്ക മണ്ണൊടിച്ച് ബാക്കിയെല്ലാം ഉരുകിപ്പോവും. 7 ജീവിതം പോയി. കറക്റ്റ്. അപ്പോൾ 7 പേരിലൊരു 3-4 എംപ്ലോയീസും എൻജിനീയേഴ്സും ഉണ്ടായിരുന്നു. എംപ്ലോയീസും ബാക്കി കോൺട്രാക്റ്റിൽ 3-4 പേരും എല്ലാം കൂടെ 7 ജീവിതം ഒന്ന് പോയിട്ട് അതോടുകൂടി ആൾക്കാർ പണി നിർത്തി വീട്ടിലിരിപ്പായി. ഇറ്റ് വാസ് ഇൻ ഫെബ്രുവരി. 6 മാസത്തോളം ആയി കഴിഞ്ഞിട്ടും ആൾക്കാർ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ പ്ലാന്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സംബഡി ഷുഡ് ടേക്ക് ദ ലീഡർഷിപ്പ് ടു ഗോ ദെയർ ആൻഡ് കൺവിൻസ് ദ പീപ്പിൾ. എല്ലാവരെയും മനസ്സിലാക്കിയിട്ടെടുക്കണം. ശരിക്കും അദ്ദേഹം ആ സമയത്ത് ഇതേ ഫീൽഡിലാണ് ഇവിടുത്തെ പ്ലാന്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് 10-25 വർഷം. അത് ആ പ്ലാന്റ് ശ്രീഹരിക്കോട്ടയിലെ വലിയ പ്ലാന്റ് ഉണ്ടാക്കിയത് ഇവിടെ നമ്മൾ സോളിഡ് പ്രൊപ്പലൻ്റ് ഉണ്ടാക്കുന്ന RPP എന്നൊരു പ്ലാന്റ് ഉണ്ട് ചെറിയ. ഇപ്പോൾ തുമ്പയിൽ ഇപ്പോഴും ഉള്ളതാണത്. റോക്കറ്റ് പ്രൊപ്പലൻ്റ് പ്ലാന്റ് എന്ന് പറയും. അവിടെ നമ്മൾ അതിലെ പോയി കഴിയുമ്പം അതിൻ്റെ റോഡ് പോകുമ്പം ബാങ്കിൻ്റെയും ഫയർ സ്റ്റേഷൻ്റെയും ഇടയ്ക്കായിട്ടുള്ള ഒരു പ്ലാന്റാണ് റോക്കറ്റ് പ്രൊപ്പലൻ്റ് പ്ലാന്റ്. അത് ഈ MR കുറുപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാപിച്ച പ്ലാന്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ ആയിരുന്നു 10-30 വർഷം ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സ്പ്രോബ് ചെയ്യാനാണ് ഇത്രയും കാലം തുടക്കം തൊട്ട് ഈ പ്രൊപ്പലൻ്റ് ഉണ്ടാക്കുന്ന ആ R&Dയിൽ, അതായത് 100 ഗ്രാംസും 200 ഗ്രാംസും മോട്ടറിൻ ബസ്സിലിട്ട് മിക്സ് ചെയ്തതും ചെറിയ മിക്സറിൽ ചെയ്തും കുറ്റിയ പോലെയുള്ള റോക്കറ്റ് ഉണ്ടാക്കി സൈക്കിളിൻ്റെ കാരിയറിലിരുത്തി കൊണ്ടുപോയി തറയിൽ വെച്ച് കത്തിച്ച് അത് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചൊക്കെ അത്രയും പണി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് പേരെ ചോദിച്ചു. അതിൽ തെലുങ്കന്മാരും തമിഴന്മാരുമായിട്ടുള്ള എൻ്റെ സീനിയറാണ് എല്ലാവരും, എൻ്റെക്കാളും സീനിയറായിട്ടുള്ള ഒരുപാട് പേരെ അദ്ദേഹം പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്ത് പോയി അതൊന്ന് ചാർജ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന് സംഭവിച്ചില്ല. കാരണം റിസ്ക് ഒന്ന്. രണ്ടാമത് ശ്രീഹരിക്കോട്ടയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻഡമാൻ. അന്ന് വേറെ യാതൊരു ഫെസിലിറ്റി ഇല്ലാണ്ട് അവിടെ ക്വാർട്ടേഴ്സിലും ജോലി ക്വാർട്ടേഴ്സായിട്ട് കഴിയണം. അപ്പോൾ ഈ ഡസ് നോട്ട് വാണ്ട് ടു ഡിസ്റ്റർബ് മീ. കാരണം ബിക്കോസ് വി ആർ ഓൾറെഡി 2 പേരും എംപ്ലോയിഡാണ്, ഇവിടെ സെറ്റിൽഡാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഗതിയില്ലാണ്ട് മാവുന്നൊരു സാർ അവസാനം എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്, യു വുഡ് ബി ദ ഐഡിയൽ. ആൻഡ് ദി ഡയറക്ടർ ഓഫ് ദി ശ്രീഹരിക്കോട്ട സെൻറ്റർ നാരായണ, ഈ അവിടുത്തെ ലോക്കൽ പാർട്ടിയാണ് പുള്ളി, മിടുക്കൻ. അദ്ദേഹം പറയുന്നത് എന്നെ തന്നെ വേണമെന്നും പറയുന്നുണ്ട്. ബട്ട് അങ്ങനെ ഐ എഗ്രീഡ്. ഫൈനലി ഐ എഗ്രീഡ്. ഐ ടോക്ക് ടു മൈ ചിൽഡ്രൻ ആൻഡ് ടോൾഡ് ദ ഓർഗനൈസേഷൻ വാണ്ട്സ് അസ്, ദർ ഇസ് നോ, ഈ ഓർഗനൈസേഷനിൽ അത് നോ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. എഗ്രീഡ് പറയും. ഇറ്റ് വാസ് അനദർ മൈൽ സ്റ്റോൺ. അങ്ങനെ 2004 ജൂലൈയിൽ ഐ ജോയിൻഡ് ദ സാറിൻ്റെ. അങ്ങനെ ആ പ്ലാന്റ് റെഡിയാക്കി കൊണ്ടുവന്നു. ഇതെല്ലാം ശരിയായി കഴിഞ്ഞ് ഞാൻ 4 വർഷം അതിനിടയിൽ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മുമ്പ് മാവുന്നാർ സാറ് ഒരു ഒറ്റ വാചകം എൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് ആകാംക്ഷയായിട്ട് ഞാൻ അദ്ദേഹത്തിനെ നോക്കി സങ്കടപ്പെട്ടിരിക്കുമ്പം പുള്ളി ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പുള്ളി ചെയർമാൻ ആകുമ്പം VSSCയിൽ എല്ലാ മാസവും വരുമ്പോൾ പുള്ളിക്ക് ഒരു റൂമുണ്ട് അവിടെ, ദാറ്റ് ഈസ് ചെയർമാൻസ് ട്രാൻസിറ്റ് റൂം. ആ റൂമിൽ വെച്ച് ഞാനും അദ്ദേഹം മാത്രമുള്ള സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, യു ഡോണ്ട് വറി അബൌട്ട് യുവർ ഫ്യൂച്ചർ. Here you are a drop of water in the ocean. But there in Sriharikota, with your caliber, you will be shining like a drop of water on a lotus leaf. That's a very used. ഇത് ഞാൻ അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ മുഖത്ത്. ഇവിടെ നിങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളമാണ്. ഈ VSSC പോലെ ഇത്ര വാസ്റ്റായിട്ടുള്ള നിങ്ങളെ പോലെ എത്രയോ പേര് ഇവിടെ ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങളുടെ കാലിബറുള്ള ഒരു വ്യക്തി അവിടെ ചെന്നാൽ ഒരു താമര ഇലയിൽ
തിളങ്ങുന്ന ഒരു വെള്ളത്തുള്ളി പോലെ നിങ്ങൾ ഷൈൻ ചെയ്യുമെന്ന്. എന്നിട്ടും ഞാനിങ്ങനെ എൻ്റെ മുഖത്തൊരു പ്രസാദം വരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ഡോണ്ട് വറി അബൌട്ട് യുവർ ഫ്യൂച്ചർ, ഇറ്റ് വിൽ ബി ടേക്കൺ കെയർ. ഒറ്റ വാക്കേ ഉള്ളൂ, ഇറ്റ് വിൽ ബി ടേക്കൺ കെയർ. സിംപ്ലി ഞാൻ എഗ്രി ചെയ്തു, പോയി. കോൺഫിഡൻസ് യു കാൺ ബിലീവ് ഇസ്രോയുടെ ചരിത്രത്തിൽ അന്ന് വരെ മുമ്പുള്ള ഡയറക്ടർമാരുടെയൊക്കെ കീഴിലിരുന്ന് ഒരുപാട് പ്രൊമോഷനൊക്കെ താമസിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ inherent nature of arrogance. That is there. Do you feel as an arrogant? I was an arrogant fellow. Oh, great. But I changed. By reading and learning the management lessons, I have changed. Outspoken ആയിരുന്നു, സിൻസിയറാണ്, ഡെഡിക്കേറ്റഡ് ആണ്, ടെക്നിക്കലി കാലിബറൊക്കെയാണ്. പക്ഷേ എന്തായാലും മൈ ബിഹേവിയർ പറയും, അത് ദാറ്റ് വാസ് എ വെരി ബാഡ് ഹാബിറ്റ്. അപ്പോൾ അത് ഞാൻ സഫർ ചെയ്തിട്ടുമുണ്ട്. What is the lesson you have to give the youngsters? I will come to that. I will come to the last. അപ്പോൾ അങ്ങനെ അവിടെ പോയി, അവിടെ കഴിഞ്ഞ് the changes I made in ശ്രീഹരിക്കോട്ട in my plant was amazing. ഒരു വർഷത്തിൽ ഒരു സെഗ്മെൻറ്റ് മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്നിടത്ത് ഞാനത് 5 times ആക്കി, 5 segment ആക്കി, 8 segment ആക്കി, 10 segment ആക്കി. സ്റ്റോർ ചെയ്യാൻ ഇടമില്ലാത്ത രീതിയിൽ പ്രോജക്റ്റിന് ആവശ്യമുള്ളതിനും 5-6 മാസം മുമ്പേ സാധനം കൊടുത്തു തുടങ്ങി. സോ he was so happy. മാധവൻ സാർ വളരെ, എനിക്ക് അവിടെ പോയി എനിക്ക് 4 വർഷം കൊണ്ട് പുള്ളി എനിക്ക് 3 ഗ്രേഡ് പ്രൊമോഷൻ തന്നു. ഗ്രേറ്റ്. 3 പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഏറ്റവും കൂടിയ പ്രൊമോഷനാണ് ഡിസ്റ്റിങ്ഷ്ഡ് സയൻറ്റിസ്റ്റ്. അതിനൊക്കെ 3 വർഷം 4 വർഷം കൂടുമ്പോൾ കൊടുക്കുന്നത്. എനിക്ക് പുള്ളി 1.5 വർഷം 1 വർഷം കൊണ്ട് ഈ പ്രൊമോഷൻ എല്ലാം തന്നു. ലാസ്റ്റ് ഗ്രേഡ് 2004 ജോയിൻ ചെയ്ത എനിക്ക് 2008 കഴിഞ്ഞപ്പം അദ്ദേഹം എനിക്ക് ഡിസ്റ്റിങ്ഷ്ഡ് സയൻറ്റിസ്റ്റ് വരെ തന്നു. It has never happened with any other candidate in ISRO. That is Madhav Nair. Okay. He doesn't bother about the rules and regulations. And if you are committed, if you are working that's hard, all. that's it. Adu he decided, and he has got an excellent power over the ministry. Yes, sir. Madhav Nair പറഞ്ഞാൽ കേൾക്കാത്തവർ ആരും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഹോൾഡൊന്നും പിന്നെ ഒരു ചെയർമാൻമാർക്കും അത്ര കിട്ടിയിട്ടില്ല. സാറേ, ഈ എപ്പിസോഡിലെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. റോക്കറ്റ് പൂജ എന്ന ആശയം ആളുകളെ വളരെയധികം ആകർഷിക്കുന്നു. വളരെ ശാസ്ത്രീയമായ ഒരു ദൗത്യത്തിന് മുമ്പുള്ള പൂജകളും പ്രാർത്ഥനകളും അങ്ങ് അകത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങയുടെ വ്യക്തിപരമായി ഇത്തരം ആചാരങ്ങളെ എങ്ങനെ കാണുന്നു? അതും വെറും ഒരു വികാരമാണോ, ഒരു ടീം ബോണ്ടിങ് ആണോ, അതോ അതിനപ്പുറമുള്ള എന്തെങ്കിലും ആഴമുണ്ടോ? ഇതൊരു വേണൻ്റെ ചോദ്യങ്ങളിലെ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാച്ചിങ് ചോദ്യമാണ്. അതിന് മുമ്പ് നേരത്തെയുള്ള ചോദ്യത്തിൽ ഒരു മെയിൻ ഞാൻ ആൻസർ ചെയ്യില്ല. അതായത് ഏറ്റവും മറക്കാനാകാത്ത ഒരു ഫെയിലിയർ ഫേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ശ്രീഹരിക്കോട്ട എത്തിയ പറഞ്ഞത്. അപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ മാവുന്നാർ സാർ എന്നെ 2008 ഡയറക്ടറാക്കുമ്പോൾ ഐ വാസ് ദ ജൂനിയർ മോസ്റ്റ്. അന്ന് അദ്ദേഹം ചോദിച്ച് അവിടെ പോകാമെന്ന് ചോദിച്ച ആൾക്കാരെല്ലാം ഡയറക്ടറാകാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഹി ഡിഡ് നോട്ട് ഗോ. ഹി ഡിസൈഡഡ് ഈ ചലഞ്ച് എടുത്ത എന്നെ തന്നെ അവിടുത്തെ ഡയറക്ടറാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ അല്ലാണ്ടൊരു 4 വർഷവും ഡയറക്ടറായിട്ടൊരു 5 വർഷവും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടറായിട്ട് ചാർജ് എടുത്തിട്ടുള്ള ആദ്യത്തെ മേജർ ഇവൻ്റാണ് ചന്ദ്രയാൻ 1. അത് മാവുന്നവരുടെ ഭയങ്കര പവറിലുണ്ടായ ഒരു പ്രോഗ്രാമാണത്. അതിന് ആക്ച്വലി PSLV എന്ന് പറയുന്ന വെഹിക്കിളിന് ഒരു ചന്ദ്രയാൻ പ്രോജക്റ്റിൻ്റെ അത്രയും ഭാരമുള്ളൊരു സാധനത്തിനെ കൊണ്ടുപോയി ഇടാനായിട്ടുള്ള കപ്പാസിറ്റി ലിമിറ്റഡാണ്. ബട്ട് ഹീ ടുക്ക് എ ഡിസിഷൻ, നമുക്കിതിൽ തന്നെ വിടാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എൻ്റെ തലേ ദിവസം രാത്രി വെളുപ്പിന് 6 മണിക്കാണ് ലാഞ്ചിങ് വെച്ചിരിക്കുന്നത്. തലേ ദിവസം രാത്രി ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ കഴിച്ച ക്വസ്റ്റ്യനിലുള്ളത് പറയാനുള്ളത്. ദർ വാസ് എ പ്രൊഫ്യൂസ്ഡ് ലീക്ക് ഇൻ ദ പ്രൊപ്പലൻ്റ് സിസ്റ്റം. PSLVക്ക് 4 സ്റ്റേജാണ്. ഒരു ബൂസ്റ്റർ SN39 ബൂസ്റ്റർ, 2ാമത്തെ സ്റ്റേജ് ലിക്വിഡ്, 3ാമത്തെ സ്റ്റേജ് സോളിഡ്, 4ാമത്തെ സ്റ്റേജ് ലിക്വിഡ്. ഇതെന്തിനാണ് ഈ ഇങ്ങനെ സോളിഡ് ലിക്വിഡ് എന്ന് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, സോളിഡ് നമ്മൾ ഇപ്പോഴും ബൂസ്റ്ററായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് ചീപ്പർ ആൻഡ് റിലയബിൾ. പക്ഷേ എനർജി വെച്ച് നോക്കുമ്പം സോളിഡ് ലിക്വിഡിൻ്റെയും ക്രയോയുടെയും അത്രയും വരില്ല എനർജി കണ്ട്.
അപ്പോൾ ഇതിന് ഈ സോളിഡും ലിക്വിഡും ആൾട്ടർനേറ്റ് വയ്ക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം സോളിഡിനൊരു ഡെഫിഷ്യൻസി ഉണ്ട്, കത്തിക്കഴിഞ്ഞാൽ മുഴുക്കുകയും കത്തിത്തീരും, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലിക്വിഡിന് അങ്ങനെയല്ല, നമ്മുടെ ആവശ്യത്തിന് ചെയ്യാം, വാൽവ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ സോളിഡ് ബൂസ്റ്റർ കഴിയുമ്പോൾ നമുക്കൊരു വെലാസിറ്റി അറ്റൈൻ ചെയ്യും. അതാണല്ലോ ത്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെലാസിറ്റി, എക്സ്പെക്റ്റഡ് വെലാസിറ്റി അറ്റൈൻ ചെയ്യും. ആ വെലാസിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിക്വിഡിൽ അഡ്ജസ്റ്റ് ചെയ്യും. കൂടിക്കഴിഞ്ഞാലും നമ്മൾ വെലാസിറ്റി അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇൻ ബിറ്റ്വീൻ ലിക്വിഡ് സ്റ്റേജും സോളിഡ് സ്റ്റേജും വെച്ചാലുള്ള ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് റോക്കറ്റിനൊക്കെ സോളിഡ് ഇല്ലാണ്ടും പോകുന്നുണ്ട്. ഇപ്പോൾ സ്പേസ് ഷട്ടിലും അതുപോലെയൊക്കെ ഉള്ള എല്ലാം ക്രയോ സിസ്റ്റമായിട്ട് ലിക്വിഡായിട്ടും പോകുന്നുണ്ട്. നമുക്ക് അന്ന് രണ്ടാമത്തെ സ്റ്റേജ് ലിക്വിഡായിരുന്നു PSLV. N2O4ഉം UDMH എന്നും പറഞ്ഞ 2 പ്രൊപ്പലൻ്റ്, ഹൈപ്പർഗോളിക് പ്രൊപ്പലൻ്റ്. അത് തമ്മിൽ തൊട്ട് കഴിഞ്ഞാൽ തീ പിടിക്കും. 2 ഡ്രോപ്പ് തട്ടി വന്നാൽ അത് പിടിക്കും. അങ്ങനെയുള്ള സിസ്റ്റമാണ്. അതിൻ്റെ ഒരു ലീക്ക് ഉണ്ടായി. ദാറ്റ് വാസ് എ മേജർ. പീപ്പിൾ കനോട്ട് ഗോ ദെയർ, സേഫ്റ്റി വിൽ നോട്ട് പെർമിറ്റ് ടു ഗോ. എന്നിട്ട് നമുക്കവിടെ ആ രാത്രി 11:30-12 മണിക്ക് ഹെവി റെയിനും, ഇറ്റ് വാസ് എ സൈക്ലോണിക് റെയിൻ. ആൾക്കാർക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ. ഇറ്റ് വാസ് ഇൻ ഒക്ടോബർ നവംബറിലാണ് ശ്രീഹരിക്കോട്ടയിലെ ഏറ്റവും ബാഡ് വെതർ. റെയിനും സൈക്ലോൺ പ്രോണാണ് ആ സ്ഥലം. അങ്ങനെയുള്ള സമയത്ത് അത് പോയി റിപ്പയർ ചെയ്ത് നമ്മൾ വീണ്ടും പ്രൊപ്പലൻ്റ് ലോഡ് ചെയ്തു. How much time it will take, sir, the reloading? പ്രൊപ്പലൻ്റ് ലോഡിങ്ങിൻ്റെ സമയത്താണ് ഈ ലീക്ക് വന്നത്. അപ്പോൾ ലോഡിങ് നിർത്തി വെച്ചു. അന്നൊക്കെ ഉള്ള ടെക്നോളജി ഇന്നത്തെ പോലെയല്ല. അന്ന് നമുക്ക് ലോഡ് ചെയ്യുമ്പം ആ ലെവൽ സെൻസർ അത്രയും നല്ല ലെവൽ സെൻസർ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കൃത്യമായിട്ട് ലെവൽ സെൻസർ വെച്ച് കറക്റ്റ് ഇപ്പം 40 ടൺ ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ 40-ന് പകരം എക്സ്ട്രാ ലോഡ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ലെവലിലേക്ക് ആ ലെവൽ സെൻസറിന് അന്നത്തെ ലെവൽ സെൻസർ ഇത്രയും പ്രിസൈസ് അല്ല. അപ്പോൾ ഈ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്യുറേറ്റ് ലെവൽസ് കിട്ടില്ല. ദിസ് ഇസ് വിച്ച് ഇയർ, സർ? 2008. അപ്പോൾ ആ ലെവൽ സെൻസറൊക്കെ ഇപ്പോൾ അതൊക്കെ ഭയങ്കര കമ്പ്യൂട്ടർ കൺട്രോൾഡ് സിസ്റ്റം ആയിപ്പോയി. പക്ഷേ അന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും എക്സസ് ആയിട്ട് ലോഡ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്ത് ലെവലാക്കും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഒരു ലീക്കിൻ്റെ അത് റെക്ടിഫൈ ചെയ്ത ആൾക്കാർ മറ്റേ ബ്രീത്തിങ് അപ്പാരറ്റസ് വെളിയിൽ മുകളിൽ വെച്ച് 3 പേരെ സ്പെഷ്യലായിട്ട് വെച്ച് എഴുതി ഒപ്പിട്ട്, അതെല്ലാം എഴുതി ഒപ്പിടുന്നത് ഡയറക്ടർ സാർ ഒപ്പിടണം. ഈസ് ദി ലാബ് ചെയർമാൻ. അതൊരു വല്ലാത്ത പൊസിഷനാണ്. ലോഞ്ച് ഓതറൈസേഷൻ ബോർഡിൻ്റെ നമ്മൾ പറയുന്നത് ലാബ് എന്നാണ്. ഈ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ടയുടെ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഈ ലോഞ്ചിങ് എല്ലാം നടക്കുന്നതിന് മുമ്പ് ലാബിൻ്റെ ഒരു ഫൈനൽ ക്ലിയറൻസ് മീറ്റിങ്ങിൽ ഒരു സമ്മറി എഴുതി ഒപ്പിട്ട് സീല് വെച്ചിട്ട് സീൽഡ് കവറിലാക്കി ചെയർമാൻ്റെ ഓഫീസിൽ കൊടുക്കണം. അതായത് ഈ റോക്കറ്റ് ഫ്ലൈ ചെയ്ത് ഈ ലോകത്ത് മുകളിൽ നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളുടെ മുകളിൽ കൂടി പറന്നു പോകുമ്പം ഏതെങ്കിലും ഒരു സിസ്റ്റം മിസ്ബിഹേവ് ചെയ്ത് എവിടെയെങ്കിലും അത് വന്ന് താഴെ വീണ് ആർക്കെങ്കിലും പ്രോപ്പർട്ടിക്കോ മനുഷ്യനോ ഹാനി ഉണ്ടായാൽ ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ആൾസോ ടു ഗോ ടു ദി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ലോ ഫോർ പണിഷ്മെൻറ്റ്. അത് എഴുതി കൊടുത്തിട്ടാണ് ഈ ചെയ്യുന്നത്. ഇതൊന്നും വെളിയിൽ ആർക്കും അറിയില്ല. സാർ ഡയറക്ടർ എന്ന് പറയുന്നത് ലാബ് ചെയർമാൻ ഈസ് എ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ ലോഞ്ച് ഓതറൈസ് ചെയ്യുന്നോ വേണ്ടെന്നുള്ളത് ലാബ് ചെയർമാൻ്റെ ജോലിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഈ ലീക്കൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും നമ്മൾ പമ്പ് ചെയ്തപ്പം 400 കിലോ എക്സ്ട്രാ വന്നു. 400 കിലോ എക്സ്ട്രാ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്യാൻ തുടങ്ങുമ്പം ലീക്ക് വന്നു. അപ്പോൾ അവിടെ വെച്ച് നിർത്തി, ബ്ലോക്ക് ചെയ്തു, കംപ്ലീറ്റ് അടച്ചു അല്ലേ. അപ്പോൾ ഒരു ചോദ്യം വന്നു, ഇത് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല, വാട്ട് ടു ഡു, ലോഞ്ച് ചെയ്യണോ വേണ്ടയോ? അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിട്ട് ഇറ്റ്സ് അബൌട്ട് ഏർലി മോർണിംഗ് 3 o'clock, 4 മണി 5 മണി സമയത്ത് എല്ലാ എക്സ്പെർട്സിനെയും വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ 400 കിലോ പ്രൊപ്പലൻ്റ് എക്സ്ട്രാ ഇട്ട് ഈ വെഹിക്കിൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രയാൻ എന്ന് പറയുന്ന സാറ്റലൈറ്റ്സിന് കറക്റ്റ് ഓർബിറ്റിൽ എത്താൻ പറ്റുമോ ഇല്ലേ എന്ന് കണക്കൂട്ടി. കാരണം ഈ 400 കിലോ ഡമ്മിയാണ്, നമുക്ക് ഉപയോഗമില്ല, കത്തിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഓക്സിഡൈസർ മാത്രമാണ്, മറ്റതില്ലാണ്ടതില്ലല്ലോ, ഉപയോഗമില്ലല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് ഇനർട്ടായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോഴിത് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പം 400 കിലോ ഇത് എക്സ്ട്രാ ഉള്ളത് കാരണം ഇതെത്തുന്ന വെലാസിറ്റി ഒപ്പം കുറഞ്ഞാലും ചന്ദ്രൻ്റെ അകത്തുള്ള സാറ്റലൈറ്റിനകത്തുള്ള പ്രൊപ്പലൻ്റ് കത്തിച്ച് നമുക്ക് ഓർബിറ്റ് കറക്റ്റ് ചെയ്യാം.
കറക്റ്റ്. അങ്ങനെ കണക്ക് കൂട്ടി കോൺഫിഡൻസ് മേടിച്ചു. ഇത് കഴിഞ്ഞ ശേഷം ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അരമണിക്കൂർ മുമ്പും 6 മണിക്ക് മുമ്പ് ഫൈനൽ ക്ലിയറൻസ് കൊടുക്കുന്ന കൗണ്ട് ഡൗണിൻ്റെ ചെയ്യാൻ വേണ്ട സമയത്തും ചോദിച്ചുകൊണ്ട് ടു ലോഞ്ച് ആർ നോട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആൾക്കാരോട് ചോദിച്ചിട്ട് ഐ ടുക്ക് എ ഡിസിഷൻ. ഇപ്പോൾ ലാബ് ചെയർമാൻ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ. എവരിബഡി ഈസ് ഇൻ ടെൻഷൻ. ആ ഡിസിഷൻ എടുക്കുന്നത് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ റിസ്ക് ഉണ്ട്. കറക്റ്റ്. ബട്ട് വി ഷുഡ് ബി പ്രിപ്പയർഡ് ടു ടേക്ക് എ ഡിസിഷൻ വിത്ത് റിസ്ക്. എൻ്റെ വേറൊരു ആസ് എ ഡയറക്ടർ ഓഫ് ദ ശ്രീഹരിക്കോട്ട റേഞ്ച് മൈ പ്രോബ്ലം വാസ് ഇത് ലോഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിങ്സ് ആർ മോർ കോംപ്ലിക്കേറ്റഡ്. കാരണം ഈ വെഹിക്കിളിന് ഇനിയിപ്പോൾ ഇത് നമ്മൾ വിഡ്രോ ചെയ്ത് ലോഞ്ച് ഇല്ലയെന്ന് വെച്ചോ, നമ്മളിത് തിരിച്ച് അസംബ്ലി ബിൽഡിങ്ങിൽ കൊണ്ടുവരണം. എന്നാലേ റിസ്ക് അല്ല, പറ്റില്ല. ഇത് അൺലോഡ് ചെയ്യാണ്ട് അസംബ്ലി ബിൽഡിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് റെക്ടിഫൈ ചെയ്യാണ്ട് അൺലോഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് ആ ഒരു ഡെലിക്കേറ്റിൽ ഈ കണക്ക് കൂട്ടലിൽ ഇതെങ്ങനെ പോയാലും നമ്മുടെ ടാർഗറ്റിൽ ഈ ഓർബിറ്റിൽ സാറ്റലൈറ്റ് എത്തിക്കാമെന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ്. അന്ന് ഒരുപാട് എക്സ്പെർട്സ് ഉണ്ടായിരുന്നു. അന്ന് അവരുടെയൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഐ എം നോട്ട് ആൻ എക്സ്പെർട്സ് ആ ഫീൽഡിൽ. അതിൽ ഡോക്ടർ BN സുരേഷൊക്കെ ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള അതിൻ്റെ ലിക്വിഡ് പ്രൊപ്പലൻറ്റിലെ എക്സ്പെർട്സ് ഇവിടുത്തെ LPSC വലിയ വലിയുള്ള അവരുമായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ അന്ന് ഒരു മിടുമിടുക്കനായിട്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു. രാമകൃഷ്ണ സാർ എന്നൊരു ആളുണ്ട്, അദ്ദേഹം മരിച്ചു, ഈ സ്നോ മോർ. അവരെല്ലാം പറഞ്ഞു സാറ്റലൈറ്റ് എത്തുന്നതിന് നമുക്കൊരു കോൺഫിഡൻസ് കുറവില്ല പറഞ്ഞു. ദെൻ ഐ ടോൾഡ് ഇത് അൺലോഡ് ചെയ്യാൻ ഇനി പറ്റാത്തടത്തോളം കാലം ഇത് ലോഞ്ച് ചെയ്യാൻ ദാറ്റ് ഡിസിഷൻ ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം ദി വണ്ടർഫുൾ സക്സസ്. 2008 ഒക്ടോബർ 6/20 നമ്മൾ വിട്ടു. ഇറ്റ് വാസ് അങ്ങനെയാണ് ഇസ്രോയുടെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും ഗ്ലാമർ കിട്ടിയ ഒരു പ്രോഗ്രാം. അതിൻ്റെ ആ തീരുമാനം എടുക്കാൻ സാധിച്ചെന്നുള്ളത് ജീവിതത്തിലൊരു വലിയ അനുഭവമാണ്. അതാണ് വേണു ചോദിച്ചതിൻ്റെ ആ ഒറിജിനൽ ചോദ്യം. നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും പറയും ഈ കിടുന്ന പിന്നെ വരുന്ന അനുഭവിക്കുന്ന ഈ പ്രോബ്ലം ഒന്നൊരു പ്രോബ്ലമല്ല കറക്റ്റ് എന്ന് നമുക്ക് തോന്നണം. ഞാൻ ഈ കുട്ടികളുടെ അടുത്ത് ഇപ്പോഴും പറയും അക്സെപ്റ്റ് ചലഞ്ചസ്. നിങ്ങൾക്ക് എന്ത് ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ് കിട്ടിയാലും വിടരുത്, എത്തിപ്പിടിച്ചോളണം, പിടിച്ചിട്ടത് ചെയ്യണം. അങ്ങനെ ഓരോ ചലഞ്ചിങ് ജോബ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടി മെൻ്റൽ പവർ വർദ്ധിക്കും തോറും യു ആർ ബിക്കമിങ് വെരി വെരി പവർഫുൾ. ഒരു ഗ്രേറ്റ് ലെസണാണ് സാർ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് സോളിഡ് മോട്ടോർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എക്സ്പ്ലോസീവ് മെറ്റീരിയൽ, ഒരു വലിയ പടക്കം എന്ന് തന്നെ പറയാം ഒരു തോന്നാം. പക്ഷേ സാറിൻ്റെ ജീവിത ഒരു സഹചാരിയെ പോലെയാണത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയോട് നമ്മളൊരു 30 സെക്കൻഡിൽ സോളിഡ് മോട്ടോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ സെൻറ്റൻസിൽ എങ്ങനെ പറയാൻ? ഒരു സാധാരണ എല്ലാവരും ചോദിക്കും ഇത് നമ്മൾ കത്തിച്ചു വിടുന്ന വാണം പോലെ വാണമാണ്, ശരിയാണ്. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്. നമ്മൾ പ്രൊപ്പലൻ്റ് എന്നൊരു വാക്ക് പറയുമ്പം ഫ്യൂവലും പ്രൊപ്പലൻറ്റും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഇന്ധനങ്ങളും കാറിലും ലോറിയിലും പെട്രോളിലും എയർപ്ലെയിനിലും ഒക്കെ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളെല്ലാം ഫ്യൂവലാണ്. അതെ. ഫണ്ടമെൻ്റലി ഫ്യൂവൽ കനോട്ട് ബേൺ വിത്തൗട്ട് ഓക്സിജൻ. പക്ഷേ നമ്മളങ്ങനെ ഓക്സിജനെ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ആവശ്യം പോലെ കിടക്കുന്ന ഓക്സിജനെ എടുത്തോളും. പക്ഷേ നമ്മൾ അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോഴും ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ ഇല്ലാത്ത അറ്റ്മോസ്ഫിയറിൽ കൂടി ഈ വാഹനത്തിന് യാത്ര ചെയ്യേണ്ടത് കാരണം അതിന് ഓക്സിജനും കൂടെ നമ്മളിൽ കൊടുക്കണം. അപ്പോൾ ഓക്സിജനും ഫ്യൂവലും കൂടി ഒരുമിച്ച് വെച്ചിരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ പ്രൊപ്പലൻ്റ് എന്ന് പറയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇനി ഈ സാധാരണ ഫയർ ക്രാക്കറും അല്ലെങ്കിൽ ഡിഫൻസിന് ഉപയോഗിക്കുന്ന ഒരു മിസൈലിനേക്കാളും വ്യത്യാസം റോക്കറ്റിനുള്ളത്, റോക്കറ്റ് ഷുഡ് പെർഫോം ഇൻ എ വേ വിച്ച് വാട്ട് വി ആൻറ്റിസിപ്പേറ്റ് ആൻഡ് വി വാണ്ട്. ആ പെർഫോമൻസിൽ അത് എത്ര നേരം കത്തും, എത്ര ശക്തി അത് ഡെവലപ്പ് ചെയ്യും എന്നുള്ളതിന് ഒരു മാറ്റവും അനുവദിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ മാറ്റം അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ ഫെയിലിയറാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇനി ഈ സോളിഡ് പ്രൊപ്പലൻറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 1-2 ഇൻഗ്രീഡിയൻ്റ് അല്ല, 10, 12, 15 ഇൻഗ്രീഡിയൻ്റ് വരെ അതിൽ വരും പല പർപ്പസിന് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കത്തുക എന്നുള്ളത് മാത്രമല്ല, ഈ പ്രൊപ്പലൻ്റ് എന്ന് പറയുന്നത് റെസിനും ലിക്വിഡ് റെസിനും
അമോണിയം പെർക്ലോറേറ്റ്, അലുമിനിയം പോലെയുള്ള പൗഡർ സാധനങ്ങളും കൂടെ ചേർത്ത് കുഴച്ച് ഈ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന കണക്കുള്ളൊരു കുഴച്ച് ഏകദേശം ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് ഒരു റോക്കറ്റ് ചേമ്പറിനകത്ത് കാസ്റ്റ് ചെയ്ത് ഡിഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് പെർഫെക്റ്റായിട്ട് കാസ്റ്റ് ചെയ്തെടുത്ത് ഓവനിൽ കൊണ്ടുവച്ച് ചൂടാക്കി കട്ടിയാക്കി എടുക്കുന്നതാണ്. ആ കട്ടിയാക്കി എടുക്കുന്ന ആ സാധനം ഒരു വിസ്കോ എലാസ്റ്റിക് മെറ്റീരിയലാണ്. രണ്ട് കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം. അതായത് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റും ഉണ്ട്, ദ്രവരൂപവും ഖരരൂപവും ഉണ്ട്. ദ്രവരൂപത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. ഇപ്പം നമ്മൾ എണ്ണ, പിന്നെ ഹണി ഒക്കെ ഉപയോഗിക്കുന്ന തിക്കായിട്ടുള്ള അത് വിസ്കോസിറ്റിയാണ്. അതേസമയത്ത് സോളിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് എലാസ്റ്റിക് പ്രോപ്പർട്ടി, വലിയുന്ന സ്വഭാവമുള്ള റബ്ബർ. നമ്മൾ റബ്ബറിനെ എലാസ്റ്റോമർ എന്നാണ് ടെക്നിക്കൽ നെയിം, എലാസ്റ്റോമർ, വലിയുന്ന എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി. ഈ പ്രൊപ്പലൻറ്റിൽ ഇത് രണ്ടും അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വിസ്കോ എലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയും. ആ വിസ്കോ എലാസ്റ്റിക് മെറ്റീരിയലിന് ചില നിബന്ധനകളുണ്ട്. കാരണം ഈ റോക്കറ്റ് ചേമ്പറിനകത്ത് ഈ സോളിഡ് പ്രൊപ്പലൻ്റ് നിറച്ച് വച്ചിട്ട് പോകുമ്പോൾ ഇറ്റ് ആക്ട്സ് ആസ് എ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആൾസോ. ലോഡ് എടുക്കണം. ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തും ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും സ്റ്റോറേജിൻ്റെ സമയത്തും ഫ്ലൈറ്റ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്റ്റേണൽ വൈബ്രേഷൻ, ഷോക്ക് പോലെയുള്ള ലോഡിലുമൊക്കെ ഈ പ്രൊപ്പലൻ്റ് ക്രംബിൾ ചെയ്ത് പോകാണ്ടും ക്രാക്ക് ഫോം ചെയ്യാണ്ടും അത് വിസ്റ്റാൻഡ് ചെയ്യണം. സോ ഈ ഓൾ ദീസ് ടെസ്റ്റ് ആർ ഡൺ ബിഫോർ ദാറ്റ്. ഭയങ്കരമായിട്ട് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്, സാമ്പിൾ സൈസ് തൊട്ട്. അതൊരു തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ ആണോ അതോ നമ്മുടെ? ഫെസിലിറ്റി ഫോർ ദാറ്റ്. അതിനുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസ്, അക്വാസ്റ്റിക് ടെസ്റ്റിങ്, വൈബ്രേഷൻ ടെസ്റ്റിങ്, സ്ട്രക്ചറൽ ടെസ്റ്റിങ്, പിന്നെ ഇതിൽ നിന്നെല്ലാം എല്ലാ പ്രൊപ്പലിൽ നിന്നും സാമ്പിൾ എടുക്കും. സാമ്പിൾ എടുത്ത് ക്യൂർ ചെയ്ത് കട്ടിക്കഴിഞ്ഞ് അതിൻ്റെ എല്ലാ സ്ട്രെസ് റിലാക്സേഷൻ കർവ് അങ്ങനെയുള്ള ഒരുപാട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാർ, ഒരു ക്വസ്റ്റ്യൻ. വിക്ഷേപണത്തിന് മുമ്പുള്ള അവസാനം 1 മിനിറ്റ് പ്രാർത്ഥനയോ കണക്കൂട്ടലോ? അത് നേരത്തെ ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമായിട്ട് ആണിത് വരുന്നത്. ഈ പൂജയുടെ കാര്യം ചോദിച്ചാണ്. ശരിക്കും നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ശരീരം നമുക്ക് 2 തരത്തിലുള്ള ഓർഗൻസാണ്. ഇന്ദ്രിയങ്ങൾ, സെൻസിങ് ഓർഗൻസും ആക്ഷൻ ഓർഗൻസ്. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം സെൻസിങ് ഓർഗൻസാണ്. ആ സെൻസിങ് ഓർഗൻസ് കൊണ്ടുണ്ടാകുന്ന ഇൻഫർമേഷൻ മനസ്സിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് അത്യാവശ്യത്തിന് നമ്മളത് റിട്രീവ് ചെയ്തിട്ടാണ്. അത് വെൽക്കം ടു ദ ലാസ്റ്റ് ഇന്നോവേഷൻ്റെ വരുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള. ബട്ട് ഈ പണി ചെയ്യുന്ന മുഴുക്ക ആക്ഷൻ ഓർഗൻസാണ്. കയ്യും കാലും നാക്കും ചുണ്ടും ഇതെല്ലാം ആക്ഷൻ ഓർഗൻസാണ്. ആ വർക്ക്, ആക്ഷൻ ഓർഗൻസ് ചെയ്യുന്ന കംപ്ലീറ്റ് വർക്ക് കൺട്രോൾ ചെയ്തത് മൈൻഡാണ്. മൈൻഡ് ഗീവ്സ് എ കമാൻഡ്. എന്ത് പ്രവൃത്തിയും, ഒരു ഡോക്ടറായാലും ആരായാലും ജോലിക്കാരനായാലും കൃഷിക്കാരനായാലും എല്ലാം മൈൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു സിമ്പിൾ 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ. അത് ശരിക്കും ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയും, NLP എന്നാണ് അതിന്. അത് ഈ മനസ്സിനെക്കുറിച്ച് നമ്മൾ വായിച്ച് വരുമ്പോൾ എല്ലാത്തിനും മനസ്സിനകത്തൊരു പ്രോഗ്രാം നടക്കും. ഇപ്പം വേണം നോക്കും, നമ്മളെ ഇവിടെ ഒരു കൊതു വന്ന് കടിച്ചു. കൊതു കടിച്ച ഉടനെ നമ്മൾ നോക്കിക്കഴിയുമ്പം ഉടനെ പ്രോഗ്രാം അങ്ങ് തുടങ്ങി. അതായത് ഇത് കൊതുവാണ്, ഈ കൊതുവ് എന്ന് പറയുന്ന ഇൻസെക്റ്റ് ഹാംഫുള്ളാണ്, അത് നമ്മളെ കടിച്ച് രക്തം കുടിക്കും, എന്നിട്ട് അതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് അടിച്ചു കൊല്ലേണ്ടതാണെന്ന് ഇതൊക്കെ നൊടിയിടയിൽ ഒരു മൈക്രോ സെക്കൻഡ്സിൻ്റെയും താഴെയുള്ളൊരു സമയം കൊണ്ട് ഇതെല്ലാം കൂടെ അവിടെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കമാൻഡ് ചെയ്ത് അടിച്ചു കൊന്നേക്കെന്ന് പറയുന്നത് ഒറ്റ അടിയും കൊടുത്തു. കറക്റ്റ്. ഇത് അവിടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് അറിയാം. അതെങ്ങനെ ഈ കൊതുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിനകത്ത് കരുതി വച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആ സമയം റിട്രീവ് ചെയ്തു. ഈ റിട്രീവൽ ഷുഡ് ബി ഫാസ്റ്റ്. റൈറ്റ്. ഇത് എന്നെ റിമൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റിട്രീവലിനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ വിൽ ടെൽ യു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കുട്ടികൾ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്ലസും മൈനസും പോയിൻറ്റും അവസാനം സമയം കിട്ടിയാൽ പറയാം. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഇനി ഇതേ കൊതുകിൻ്റെ സ്ഥാനത്ത് ഒരു കുഞ്ഞു ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ് ഇരിക്കുന്നതെന്ന് വെച്ചോ, അടിക്കുമോ? അടിക്കില്ല. അപ്പം ഉടനെ പ്രോസസ് ചെയ്തോ, പാവം ഇത് ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള ഇതാണത്, കഷ്ടം, അതിനെ കൊല്ലാൻ പാടില്ല, നല്ല ഒരു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ പയ്യ നീക്കിയും കളയും.
ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ ഇതെല്ലാം പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് ജോലിയും പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പെർഫെക്റ്റായിട്ട് ശാന്തമായിട്ട് ചെയർഫുള്ളായിട്ട് സന്തോഷകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ ഈ പ്രോഗ്രാം എല്ലാം നടക്കും. അത് ഏത് പ്രവൃത്തിക്കും അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ വിൽ പവർ, നമ്മുടെ മനസ്സ് പ്ലസൻ്റായിട്ട് വിൽ പവർ ക്ലൈമാക്സിലിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എക്സലൻ്റായിട്ട് നമുക്ക് വരും. അത് മനസ്സിനെ അങ്ങനെ ആക്കാനായിട്ട് പല മെത്തേഡുണ്ട്. അതെ, അതിലൊരു മെത്തേഡാണ് പ്രാർത്ഥന. ഗ്രേറ്റ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ട് ഒരു ട്രാങ്കുലിറ്റി പോലെ ഒരു പവർ കിട്ടുന്നുണ്ടെങ്കിൽ യുവർ മൈൻഡ് ഈസ് വിത്ത് യുവർ ഹാൻഡ്. അതിന് ഇത് പലരും പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ഞാൻ എൻ്റെ ചെയർമാൻമാരുടെ മാവുന്നേരം സാറിൻ്റെയും രാധാകൃഷ്ണൻ സാറിൻ്റെയും കൂടെ കുറേ കാലം വർക്ക് ചെയ്തതാണ്. 10 വർഷത്തോളം വർക്ക് ചെയ്ത്. ആ വർക്ക് ചെയ്ത സമയത്ത് 15 വർഷത്തോളം വർക്ക് ചെയ്ത സമയത്തെല്ലാം അവർ ഈ ഇതിൻ്റെ റോക്കറ്റിൻ്റെ മോഡലും സാറ്റലൈറ്റിൻ്റെ മോഡലും ഒക്കെ ഉണ്ടാക്കി തിരുപ്പതിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ ഞാൻ കൂടെ പോയിട്ടുണ്ട്. എനിക്കൊരു വിശ്വാസമില്ല. പക്ഷേ അവരുടെ കൂടെ ഞാൻ പോകുന്ന സമയത്ത് അവർ ചെയ്യുന്നേക്കാൾ നന്നായിട്ട് ഞാൻ ചെയ്യും. ദാറ്റ് ഈസ് ദ ഫെയ്ത്ത്. ഫെയ്ത്തല്ല, എൻ്റെ ഫെയ്ത്തല്ല, ഐ റെസ്പെക്റ്റ് ദെയർ ഫീലിംഗ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഡയറക്ടർ ശ്രീഹരിക്കോട്ടയുടെ സെൻറ്റർ ഒരു എത്തിയിസ്റ്റായിട്ട് ഒരു യുക്തിവാദിയെ പോലെ ഈ ദൈവങ്ങളെല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹർട്ട് ദം. അത് ഏത് വിശ്വാസികളെയും നമ്മൾ ഹർട്ട് ചെയ്യാൻ പാടില്ല. എനിക്ക് വേറൊരു തരമുണ്ട്. എനിക്ക് അൾട്ടിമേറ്റ്ലി എനിക്ക് ഇത്രയും വായിച്ചുകൊണ്ട് യു റെസ്പെക്ട് ദെയർ ഫീലിംഗ്സ്. എക്സാക്ട്ലി, വി ഹാവ് ടു. കാരണം എനിക്കറിയാം ഈ വിഗ്രഹാരാധന എന്നുള്ള എൻ്റെ വിശ്വാസം. പക്ഷേ മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് റിലീഫ് ഫ്രം ക്ഷേത്രത്തിൽ പോവുകയും പൂജ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊരു കിട്ടുന്നുണ്ട്. ഇതൊന്നും ചെയ്യാണ്ട് എൻ്റെ മനസ്സിനകത്താണ് ദൈവമെന്നും എൻ്റെ കോൺഷ്യൻസ് മനസാക്ഷിയാണ് ദൈവമെന്നും വിശ്വസിക്കുന്നത് എനിക്ക് ഇതൊന്നും ചെയ്യാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ അവരെ നമുക്ക് കുറ്റം പറയാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. ആ വായിച്ചും പഠിച്ചും ഒരുപാട് ആൾക്കാർ ഈ സ്റ്റേജിലെത്തുന്നുണ്ട്. ഇപ്പോൾ അന്നത്തെ കോവിഡിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിവരമുള്ള പെണ്ണുങ്ങൾ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. യെസ്, വീട്ടിൽ വൃത്തിയായിട്ട് മുറ്റത്ത് പൊങ്കാല ഇട്ട് അവർ ശീലിച്ചു. അതിന് അവർക്കൊരു മെൻ്റൽ സ്റ്റാറ്റസ് വന്നു. അത് മതി, എനിക്കിപ്പോൾ കൃത്യമായിട്ട് ടൈമിംഗ് എല്ലാം പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നതും പൂജയ്ക്ക് വരുന്ന സമയങ്ങൾ കൃത്യമായിട്ട് മൊബൈലിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാ ഈ മാർക്കറ്റിൻ്റെ മീൻ മാർക്കറ്റിൻ്റെ തിണ്ണയിലും അവിടെയുള്ള ഓടയുടെ അടുത്തും പോയി പൊങ്കാല ഇടുന്നത്? എൻ്റെ വീട്ടിൽ വൃത്തിയായിട്ട് ഇട്ടൂടെ എന്ന് അവർ ചോദിക്കണം. ആ സ്റ്റേറ്റ് എത്തുന്നത് വരെ ഇഷ്ടദൈവങ്ങളെ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ അനുവദിക്കണം. സാർ, ഇന്നത്തെ സംഭാഷണം റോക്കറ്റുകളുടെ കഥ മാത്രമല്ല, റോക്കറ്റുകൾ നിർമ്മിച്ച മനുഷ്യരുടെ കഥ കൂടിയാണ്. ശാസ്ത്രം, വിശ്വാസം, അച്ചടക്കം, പരാജയം, ടീം സ്പിരിറ്റ് ഇവയെല്ലാം ഒരുമിച്ചാണ് ഒരു വലിയ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങയുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കിത് മനസ്സിലായി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ദത്തൻ സാറിനൊപ്പം ISROയിലെ നല്ലതും കഠിനവുമായ അനുഭവങ്ങൾ, സൃഷ്ടിപരമായ ചിന്ത, യുവതലമുറയ്ക്ക് ഉപദേശം, കേരളത്തിൻ്റെ ശാസ്ത്ര സംസ്കാരം, ഒരു ശാസ്ത്രജ്ഞൻ്റെ പാരമ്പര്യം എന്നിവയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ദി ഫ്ലൈയിങ് മൈക്രോഫോൺ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാണാം. നന്ദി.